എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ എൻ്റെ കുറേ ഗുരുക്കന്മാരുണ്ട്, അവരെ ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിയിലേക്ക് പതുക്കെ അങ്ങ് വരികയാണ്. ആദ്യമായൊരു കഥയാണ് പറയുന്നത്. കഥ എല്ലാവർക്കും ഒരുപക്ഷെ വളരെ ഇഷ്ടമായിരിക്കുന്നു എനിക്ക് തോന്നുന്നു. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു രാജാവിൻ്റെ കഥയാണ്. വിക്രമാദിത്യൻ രാജാവ്. വിക്രമാദിത്യ രാജാവിൻ്റെ സദസ്സിൽ ഒരു മിഹിരൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. വിക്രമാദിത്യന് ഒരു കുഞ്ഞു പറഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ ജാതകം എഴുതാനായിക്കൊണ്ട് അവിടെയുള്ള എല്ലാ ജ്യോത്സ്യന്മാരെയും നിയോഗിച്ചു എന്നാണ് പറയുന്നത്. ആ നിയോഗിച്ച കൂട്ടത്തിൽ ഇദ്ദേഹത്തിനും വന്നു നിർദ്ദേശം. മിഹിരനും അതിനെക്കുറിച്ച് നല്ല അവഗാഹം ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹവും എഴുതി. അപ്പോൾ എല്ലാവരും എഴുതിയത് ഇവൻ വലിയ ചക്രവർത്തിയാവും, ഇവൻ ഇത്രയും വയസ്സിൽ ഇങ്ങനെയാണ്, അത്രയും വയസ്സിൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വളരെ ഭംഗിയായിട്ടുള്ള കുറേ മുഖസ്തുതികളും അല്ലെങ്കിൽ പണം വാങ്ങിക്കാനായുള്ള എല്ലാ സംവിധാനങ്ങളാണ് എഴുതിയത്. അവർക്ക് ആ എഴുതിയതെല്ലാം പരിശോധിച്ച കൂട്ടത്തിൽ വളരെ സന്തോഷപ്പെട്ട് അവർക്ക് സ്വർണവും മറ്റ് ആഭരണങ്ങളും ഒരുപാട് സംഗതികളൊക്കെ എല്ലാവർക്കും കൊടുത്തു രാജാവ്. കാരണം അന്ന് രാജാക്കന്മാർക്ക് എന്തും ചെയ്യാം, ഇന്നത്തെ പോലുള്ള കാലഘട്ടമല്ല. അത് കഴിഞ്ഞ് മിഹിരൻ്റെ സമയമായി. മിഹിരനോട് പറഞ്ഞു, നീ എന്താ ഒന്നും എഴുതിക്കൊണ്ടുവരാത്തത്, വേഗം കൊണ്ടുവരാൻ പറഞ്ഞു. അത് അദ്ദേഹം എഴുതി കൊടുത്തു. അദ്ദേഹം എഴുതിയതാണ്, 2.5 വയസ്സിൽ കുട്ടി പന്നി കുത്തി മരിക്കും. അതോടെ കഴിഞ്ഞു, പിന്നെ അപ്പുറത്തേക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഉടനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അടച്ചു മിഹിരൻ. മാത്രമല്ല രാജാവ് ഉത്തരവിട്ടു ആ രാജ്യത്തുള്ള സകല പന്നികളെയും കൊല്ലാൻ. ഭടന്മാരും ജനങ്ങളും എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് ഇറങ്ങി അവിടെയുള്ള പന്നികളെ മുഴുവൻ കൊന്നൊടുക്കി. കാട്ടിൽ പോലും ഒരു പന്നിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. കാലം കഴിഞ്ഞു. അപ്പോൾ ഈ കുട്ടിയെ പന്നി ഒരിക്കലും വരാത്ത തരത്തിലുള്ളൊരു കൊട്ടാരത്തിന് അകത്ത്, വളരെ സർവ രക്ഷയും ഉള്ള ഒരു കൊട്ടാരത്തിനകത്ത് പാർപ്പിച്ചിരിക്കുകയാണ്. അതിനകത്ത് റൂമിനകത്ത് ദിവസേന ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാനായിക്കൊണ്ട് നിർദ്ദേശങ്ങൾ രജിസ്റ്ററിൽ കൃത്യമായി എഴുതണം. അപ്പോൾ ഓരോ ദിവസവും എഴുതി രാജാവിനെ കാണിക്കും. അവൻ്റെ ആരോഗ്യത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ എല്ലാ ദിവസവും കൃത്യമായിട്ട് വന്നു. 2.5 വർഷം എടുത്തു. അവസാന ദിവസം എഴുതി പന്നി കുത്തി മരിച്ചു. രാജാവിന് അത്ഭുതമായി, കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. പക്ഷേ അദ്ദേഹം ഇത് എന്താണെന്ന് അറിയാനായിക്കൊണ്ട് ജിജ്ഞാസയിൽ ഓടി വന്നു. നോക്കിയപ്പോൾ പന്നിയില്ല, ആ രാജ്യത്ത് പന്നികളൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു പന്നിയുടെ രൂപത്തിലുള്ള ഒരു കളിപ്പാട്ടം, മരത്തിലുണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ കളിപ്പാട്ടം ഉണ്ടായിരുന്നു. അത് ഒരു ചെറിയ തിട്ടിൻ്റെ മുകളിലായിരുന്നു. ഈ കുട്ടി അത് എടുക്കാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെ എന്തോ ഒരു സാഹചര്യത്തിൽ ആ പന്നിയുടെ, മരത്തിലുണ്ടാക്കിയ ഒരു പന്നിയുടെ രൂപത്തിലുള്ള കളിപ്പാട്ടം ഈ കുട്ടിയുടെ നെഞ്ചിലേക്ക് നേരെ വന്ന് തറക്കിയായിരുന്നു. ആ കുട്ടി മരിച്ചു. രാജാവ് അടുത്ത ദിവസം തന്നെ ഈ മിഹിരനെ ജയിൽ മോചിതനാക്കി. അന്ന് അങ്ങനെയാണ്. അവൻ ശരിക്കും പ്രഗത്ഭനാണെങ്കിൽ തീർച്ചയായിട്ടും അയാളെ ആദരിക്കേണ്ടത് ആവശ്യമാണ്. അദ്ദേഹത്തിന് പേര് മാറ്റി വരാഹമിഹിരൻ എന്ന് പേരിട്ടു. മാത്രമല്ല അദ്ദേഹത്തെ ആദരിക്കുകയും അവരുടെ കൊട്ടാരത്തിലെ ജ്യോത്സ്യനായിട്ട് നിയമിക്കുകയൊക്കെ ചെയ്തു. ഇത് കഥയാണ്, പക്ഷെ ചരിത്രം അതിനകത്തുണ്ട്. വരാഹമിഹിരൻ എഴുതിയിട്ടുള്ള ബൃഹത് സംഹിത എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിനകത്ത് വളരെ വിശദമായിട്ട് എന്താണ് ആരോഗ്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആയുസ്സിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. നമ്മൾ ജ്യോത്സ്യമായി ബന്ധപ്പെട്ടുള്ള മിക്കവാറും എല്ലാ പുസ്തകങ്ങളിലും ഒക്കെ അതുണ്ട്. അപ്പോൾ അതിൽ പറയുന്നതാണ്, ഒരു ആൾ ജനിച്ചു കഴിഞ്ഞാൽ ഓരോ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ വർഷങ്ങൾ അങ്ങനെ പോകുന്നു. അതിൽ കേതു 7 വർഷം ഉണ്ടായിരിക്കും, ശുക്രൻ 20 വർഷം, സൂര്യൻ 6 വർഷം, ചന്ദ്രൻ 10 വർഷം, ചൊവ്വ 7 വർഷം, രാഹു 18, വ്യാഴം 16, ശനി 19, ബുധൻ 17. എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 120 വയസ്സ്. ഒരു പുരുഷായുസ് എന്ന് പറയുന്നത് ഇതാണ് എന്നാണ് ഭാരതീയ സങ്കല്പം.
അപ്പോൾ ഇതിൽ ഈ ലെവലിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ള ആളുകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ? 120 വയസ്സ് സ്ഥിരമായിട്ട് എല്ലാ ആളുകളും 120 വയസ്സ് വരെ ജീവിക്കുന്ന അപൂർവം ഒരു ലക്ഷത്തിൽ ഒരാളോ അല്ലെങ്കിൽ 10 ലക്ഷത്തിൽ 2 ആളോ അങ്ങനെയല്ല, ഒരു പ്രദേശം മുഴുവൻ 100 വയസ്സിന് മേലെ അല്ലെങ്കിൽ 120 വയസ്സിനടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ടോ? ഇതൊരു ചോദ്യമാണ്. ഞങ്ങൾ നമ്മുടെ ഈ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള നിത്യസാധന എന്നൊരു പരിപാടിയുണ്ട്. എല്ലാ ദിവസവും 5 മണി മുതൽ 7:30 8 മണി വരെയൊക്കെ ഉണ്ടാവുന്ന ഒരു പരിപാടിയാണ് നിത്യസാധന. എല്ലാവർക്കും ക്ഷണമുണ്ടായിരിക്കും, പക്ഷെ പലരും വരാറില്ല, കാണാറില്ല. അതിൽ ഞങ്ങൾ ഓരോരോ വിഷയങ്ങളായിട്ട് പഠിക്കുകയാണ്. ഞങ്ങൾ പഠിതാക്കളാണ്. വിദ്യാഭ്യാസം എന്നുള്ളത് എത്ര വയസ്സ് കഴിഞ്ഞാലും നമുക്ക് നിർത്തേണ്ട ആവശ്യമില്ല. പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴേ നമ്മുടെ ബ്രെയിൻ അതനുസരിച്ചിട്ട് കറക്റ്റായിട്ട് ഫ്ലെക്സിബിളായിട്ട് മാറുകയും നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുകയൊക്കെ ചെയ്യും. നാളെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ, അപ്പോൾ അതിന് ആരോഗ്യം വേണ്ടേ, ശരീരം അതനുസരിച്ച് സജ്ജമാക്കുകയും ചെയ്യും. അപ്പോൾ ഈ നിത്യസാധനയിൽ ഞങ്ങൾ ഇപ്പം ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു 10 ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലൂ സോൺസിനെ കുറിച്ചാണ്. ബ്ലൂ സോൺസ് പറഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് പല പ്രദേശങ്ങളും 100 വയസ്സിന് മേലെ 120 വയസ്സിന് അടുത്തുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതൽ, ആയിരക്കണക്കിന് ആളുകൾ ഒരു ചെറിയ ഗ്രാമത്തിൽ 100 വയസ്സിന് മേലെ 120 വയസ്സിനടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. അവിടേക്ക് ഒരാൾ ഇവരെക്കുറിച്ച് പഠിക്കാനായിക്കൊണ്ട് സൈക്കിളിൽ ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പോൾ അത് ലോകത്തിൻ്റെ പല ഭാഗത്താണ്. ഒന്ന് ജപ്പാനിലാണ്, മറ്റൊന്ന് ഇറ്റലിയിലാണ്, മറ്റൊന്ന് ഗ്രീസിൽ, മറ്റൊന്ന് കാലിഫോർണിയയിൽ, പിന്നെ ഒന്ന് കോസ്റ്റാറിക്കയിൽ, അങ്ങനെ 4-5 സ്ഥലങ്ങളാണുള്ളത്. ഇപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം യാത്ര ചെയ്യുകയും അവിടെ എങ്ങനെയാണ് ഇവർ ഇത്രയും ഒരു ആയുസ് ബലം അവർക്ക് കൂടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കോസ്റ്റാറിക്കയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അത് കഴിഞ്ഞ് അതിന് കുറച്ചുകൂടി ഡീറ്റെയിൽസ് പഠിക്കാനുണ്ട്. ഡെയിലി പഠിക്കുന്ന ഒരു സംഗതിയാണ് ഇത് മാത്രമല്ല, ഞങ്ങൾ കഴിഞ്ഞ 2-2.5 വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള പല പഠനങ്ങളും കഴിഞ്ഞു. ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിൽ വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ക്ലാസ്സുകളും ഒപ്പം തന്നെ പല ഡോക്യുമെൻ്ററീസും അതിനെക്കുറിച്ചുള്ള വിശകലനം ചെയ്യലും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എഴുത്തും ഒക്കെ ഉണ്ട്, അതിനകത്ത് രജിസ്റ്ററിൽ കൃത്യമായി എഴുതുന്നുണ്ട്. ചില സംഗതികൾ വളരെ വിശദമായിട്ട് എഴുതേണ്ടത് അങ്ങനെ എഴുതും, ചിലത് അത്രയും വിശകലനമായിട്ട് വേണ്ടാത്തത് അങ്ങനെ എഴുതില്ല. പക്ഷെ എന്തായാലും പഠനം നിത്യേനയുണ്ട്. ചിലപ്പോൾ ചെറിയ ഗ്യാപ്പ് വരും. അപ്പോൾ ഞങ്ങൾ തന്നെ പരസ്പരം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വായിക്കുക, പഠിക്കുക, പുസ്തകങ്ങളെടുത്ത് വായിക്കും. അങ്ങനെ ഒരു 3-4 പുസ്തകം ഞങ്ങൾ വായിച്ചു കഴിഞ്ഞു. സാധാരണ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് വായിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, പക്ഷേ ഗ്രൂപ്പായിട്ടാകുമ്പോൾ അത് വായിക്കുകയും അതിനെക്കുറിച്ചുള്ള അനാലിസിസും ഒക്കെ നടത്തുമ്പോൾ വളരെ ഗംഭീരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ബ്ലൂ സോൺസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ പ്രദേശത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. അതാണ് ജപ്പാനിൽ ഒക്കിനാവ എന്ന് ഒരു ഗ്രാമമാണ്, ഹില്ലേരിയയാണ്, നല്ല ഹില്ലേരിയ, ആളുകളൊന്നും അധികം അങ്ങോട്ട് വരില്ല. അവിടെ കുറേ പ്രത്യേകതകളുണ്ട്, 1-2 പ്രത്യേകതയല്ല, കുറേ അധികം ഉണ്ട്. പക്ഷെ എന്നാലും ഈ ഓരോ പ്രദേശങ്ങളിലും ഇതുപോലെ പ്രത്യേകതയുണ്ട്. പക്ഷെ എങ്കിലും എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള കുറേ സംഗതികൾ നമ്മൾ കാണുന്നുണ്ട്. ഒക്കിനാവയിൽ ജപ്പാനിലാണ് അത്. അവരുടെ ഫുഡ്, വെജിറ്റബിൾസ് സാധനങ്ങളൊക്കെ അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. അവിടെ ഗ്രീൻ ആൻഡ് യെല്ലോ വെജിറ്റബിൾസ് ആണ് മാക്സിമം അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ യെല്ലോ വെജിറ്റബിൾസ് നിറയുണ്ട്. ഈ തോഫു എന്ന് പറയുന്ന സോയാബീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കട്ടിയുള്ള പാൽക്കട്ടി പോലത്തെ ഒരു സാധനമാണ്. അതവരുടെ നിത്യഭക്ഷണത്തിൻ്റെ ഭാഗമാണ്. തോഫു ഉണ്ടാക്കുന്നത് ഒക്കെ ഈ സോയാബീൻ കൊണ്ടാണെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന അല്ലെങ്കിൽ യൂറോപ്പിലോ അമേരിക്കയിലോ കിട്ടുന്ന തോഫു അല്ല അത്. ഇവിടെയൊക്കെ കിട്ടുന്നത് നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈബ്രിഡ് വിത്തുകളൊക്കെയാണ്. അത് വളരെയധികം ദോഷം ചെയ്യുന്നതാണ്. അതിനകത്ത് കുറേ എന്താ പറയുക, ജനറ്റിക്കലി മോഡിഫൈഡ് ആകുമ്പോൾ പല ദോഷങ്ങളുള്ളതാണ്. ചില വിഷാംശങ്ങളൊക്കെ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നെ അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്വീറ്റ് പൊട്ടാറ്റോ ധാരാളം, അവരുടെ ഒരു നല്ല പർപ്പിൾ കളറിലുള്ള സ്വീറ്റ് പൊട്ടാറ്റോ അവരുടെ കയ്യിലുണ്ട്. സീ ഫുഡ്സ് അവർ കഴിക്കുന്നുണ്ട്. പക്ഷേ മത്സ്യങ്ങളൊക്കെ വളരെ കുറച്ചേ കഴിക്കുള്ളൂ.
പക്ഷെ സീ വീഡ്സ് അവർ ചീര പോലത്തെ സാധനങ്ങളുണ്ട്, സീ വീഡ്, അതിൻ്റെ ചില എക്സ്ട്രാക്റ്റുകളൊക്കെ അവർ കഴിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ആൻറ്റി ഓക്സിഡൻസും അതുപോലെ ആൻറ്റി അതെ, ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയ സാധനങ്ങളാണ് അവർ കഴിക്കുന്നത്. പിന്നെ അവരുടെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഈ ഹരാഹാച്ചി എന്ന് പറയുന്ന ഹരാഹാച്ചി ബു എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 80% മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ. നമുക്ക് കഴിക്കാം, വേണമെങ്കിൽ 100% കഴിക്കാം, പക്ഷെ അത് വേണ്ട, അതിൽ 20% എടുത്ത് മാറ്റുന്നു. 80% കഴിച്ചാൽ മതി എന്ന് അവർ തീരുമാനിക്കുന്നു. അങ്ങനെ കഴിച്ചാൽ എന്താണ് ഗുണം? ഡൈജഷൻ വളരെ പെർഫെക്റ്റ് ആവുകയും അതിനകത്ത് നമ്മൾ കഴിച്ച ഫുഡിൽ നിന്നും മാക്സിമം ന്യൂട്രീഷൻസ് നമുക്ക് എടുക്കാനായിക്കൊണ്ട് ശരീരം അത് മാക്സിമം അത് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും, വളരെ നന്നായിട്ട് തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ശരീരത്തിന് ഉണ്ടാവില്ല. ശരീരം വളരെ പെർഫെക്റ്റായിട്ട് ഓടി നടക്കാൻ പാകത്തിനുള്ളൊരു അവസ്ഥയിലേക്ക് വരും. ചെറുതായിട്ട് മെലിയും, വളരെ ചെറിയ തരത്തിൽ മെലിയും, പക്ഷെ അതൊന്നും നമ്മുടെ ഓജസ്സിനോ തേജസ്സിനോ ഒരു കോട്ടവും വരുത്തില്ല. മറ്റൊരു പ്രത്യേകത, അവർ കൾച്ചറൽ ഒരു സംഗതിയുണ്ട്. അവരുടെ സോഷ്യൽ ആയിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് തമാശ, വെടിപറയൽ, അവരുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഒരുമിച്ച് നടത്തുക, പാട്ട് പാടുക, ഗിറ്റാർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ്, അവരുടെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പല പരിപാടികളും നടത്തുക. അത്തരം പരിപാടികളിൽ അവർ വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊന്ന്, വ്യായാമം കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. കരാട്ടെ ആണെങ്കിൽ കരാട്ടെ, ഇതൊന്നുമില്ല, വെയിറ്റ് എടുക്കുന്നു, എന്തെങ്കിലുമൊക്കെ വ്യായാമങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും അവർ ഒരു 2 മണിക്കൂർ നേരം അവരുടെ പച്ചക്കറികൾ ഉണ്ടാക്കാനും അതുപോലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് അധികം എക്യുപ്മെൻറ്റ്സുകളൊന്നും ഉപയോഗിക്കാതെ അവരുടെ കയ്യിലുള്ള കൈക്കോട്ടോ അതുപോലത്തെ ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അവർ കൃഷി ചെയ്യുന്നു. അതും ഒരു വ്യായാമമാണ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ ഒക്കിനാവ, ജപ്പാനിലുള്ള ഒരുപാട് സംഗതികൾ അതിനകത്തുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത വെച്ചാൽ അതുപോലെ തന്നെ സർഡീനിയയിലും അതുപോലെ, ഈ ഇറ്റലിയിൽ സർഡീനിയ എന്ന് പറയുന്ന സ്ഥലത്തും അതേ ഉണ്ട്. അത് പർവ്വത പ്രദേശം തന്നെ. ഈ ജപ്പാൻ പോലുള്ള ഒരു പ്രദേശത്തിന് ഏകദേശം അതുപോലെയൊക്കെ തോന്നിക്കുന്ന ഒരു പ്രദേശമാണ് ഇറ്റലിയിലെ സർഡീനിയ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു പ്രത്യേകത വെച്ചാൽ ഹോൾ ഗ്രെയിൻ ബ്രെഡാണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും അവരൊരിക്കലും അതിന് പോളിഷ് ചെയ്തിട്ട് എടുക്കുന്ന പരിപാടിയില്ല. അതിന് തവിട് കളയില്ല, തവിടോട് കൂടിയിട്ട് അങ്ങനെയുള്ള അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഫ്രൂട്ട്സ് ധാരാളം കഴിക്കും, വെജിറ്റബിൾസും നട്ട്സ് ധാരാളം കഴിക്കും, ഒലീവ് ഓയിൽ കഴിക്കും. പക്ഷെ ധാരാളം ഉദ്ദേശിക്കുന്നത് അത് വൈവിധ്യങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അളവിൽ കൂടുതൽ കഴിക്കില്ല. അവരെപ്പോഴും 80% ആ ലെവലിലേ കഴിക്കുന്നുള്ളൂ. കൂടുതൽ കഴിക്കുന്ന പ്രശ്നം അവർക്കില്ല. ഇറ്റലിയിൽ എനിക്കൊന്ന് അവർ ഈ ആട് വളർത്തൽ ഒരു സ്ഥിരം പരിപാടി. അവിടെ ആടിൻ്റെ പാല് കൊണ്ടൊരു ചീസ് ഉണ്ടാക്കിയിട്ട്, പെക്കോറിനോ ചീസ് എന്ന് പറഞ്ഞൊരു പ്രത്യേകം ചീസ് ഉണ്ട് അവിടെ. അത്തരം ചീസുകൾ അവർ ഇടയ്ക്കൊക്കെ കഴിക്കുന്നുണ്ട്, സ്ഥിരമായിട്ടല്ലെങ്കിലും കഴിക്കുന്നുണ്ട്. മീറ്റ് വല്ലപ്പോഴുമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, ചെറിയ അളവിൽ മാത്രമേ. റെഡ് വൈൻ വല്ലപ്പോഴും അവർ കഴിക്കുന്നുണ്ട്, ചെറിയ അളവിൽ, മോഡറേറ്റ് ആയിട്ട്. എല്ലാ ദിവസവും ഭക്ഷണത്തിൻ്റെ കൂടെ അല്പം, അത് മദ്യപാനത്തിൻ്റെ ആവശ്യങ്ങൾക്കല്ല, മറിച്ച് അതിൽ ആൻറ്റി ഓക്സിഡൻസ് വളരെ കൂടുതലുള്ളതുകൊണ്ട് അത് കഴിക്കുന്നുണ്ട്. പിന്നെ ആക്റ്റീവ് ലൈഫ് സ്റ്റൈലാണ് അവർ. നടത്തമുണ്ട്, വ്യായാമമുണ്ട്, ആട് മേക്കലുണ്ട്, കൃഷിയുണ്ട്, അതുപോലെ പേഴ്സണൽ ഗാർഡൻസ് പലരും ഉണ്ടാക്കുന്നുണ്ട്. സ്ട്രോങ് കമ്മ്യൂണിറ്റി ടൈസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. ഒരു പലപ്പോഴും ഒരു ലൈഫ് ലോങ് ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ടിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയാളുടെ കൂടെ നിന്ന് അയാളുടെ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്ന അത്രയും ദൃഢമായ ഒരു ബന്ധം, സൗഹൃദ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആളുകളാണ് അവർ. അപ്പോൾ അത്തരത്തിലുള്ള കുറേ സംഗതികൾ അവിടെയുണ്ട്. പിന്നെ അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് പ്ലാന്റ് ബേസ്ഡ് ഫുഡ്സ്, ഹോൾ ഗ്രെയിൻസ്, ലെഗ്യൂംസ്, വെറൈറ്റി ഓഫ് വെജിറ്റബിൾസിൻ്റെ പല വിധത്തിലുള്ള വെജിറ്റബിൾസാണ്. ഫ്രൂട്ട്സ് ഉണ്ട്, മധുരക്കിഴങ്ങുണ്ട്, പ്രൊബയോട്ടിക് സാധനങ്ങൾ, പ്രൊബയോട്ടിക് ബ്രെഡാണ് എന്ന് പറഞ്ഞാൽ ആടിൻ്റെ പാല് തിളപ്പിച്ച് അതിനെ എടുത്ത് സംസ്കരിച്ച് അതിൻ്റെ
തൈരുണ്ടാക്കി ആ തൈരും കൂടെ ചേർത്തിട്ട് ഈ മാവ് അരച്ച് റെഡിയാക്കിയിട്ട് അത് പുളിപ്പിച്ച് അതിൻ്റെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട്. അത് അവിടുത്തെ ഒരു പ്രത്യേക രീതിയാണ്. നടത്തമുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു പർപ്പസ് ഓഫ് ലൈഫ് ഉണ്ട്. നമ്മുടെ ജപ്പാനിലും അതേ പ്രശ്നമുണ്ട്. പർപ്പസ് ഓഫ് ലൈഫ്, സന്തോഷം തരുന്ന എന്തോ ഒരു പ്രവൃത്തി അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും. ഇക്കിഗായ് എന്ന് പറയും. ഇക്കിഗായ് എന്നാണ് ഈ ജപ്പാൻകാർ അതിനെ പറയാം. ഇക്കിഗായ് എല്ലാവർക്കും ഉണ്ട്. അവരുടെ ജീവിതത്തിൽ സന്തോഷം നിലനിർത്തുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ, അതിൽ വ്യാപൃതരാകും അവർ. അതിനുവേണ്ടി അതിനുവേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞുകൊണ്ടിരിക്കും. പതുക്കെ 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 സന്തോഷം എവിടുന്നാ സന്തോഷം വരുന്നതെന്ന് അറിയില്ല, പക്ഷെ അത് അവരുടെ ഉള്ളിൽ നിറഞ്ഞു വരും. ആ സന്തോഷം ഒരുപക്ഷെ അവരുടെ ആയുസ് കൂട്ടാനായിക്കൊണ്ട് ഉപകരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്ട്രെസ് റിഡക്ഷൻ ടെക്നിക്സ് എല്ലാവർക്കും അറിയാം. അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവർക്ക് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അതനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള പരിപാടികൾ അവിടെയുണ്ട്. ഇനി കാലിഫോർണിയയിലാണെങ്കിൽ അവർ ഈ സെവൻത്ത് ഡേ അഡ്വെന്റിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളാണ്. അവർ കൂടുതൽ 6 ദിവസം വർക്ക് ചെയ്യും, 1 ദിവസം മുഴുവനായിട്ടും പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ശനിയാഴ്ച മുഴുവൻ പ്രാർത്ഥനയിലായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സംഗതികൾ അവിടെ ചെയ്യുന്നുണ്ട്. അവരും ഇതൊക്കെ തന്നെയാണ്. ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള സകല സംഗതികളും അവിടെ ഉണ്ട്. അഡീഷണലായി വരുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. ബാക്കിയെല്ലാം ഏകദേശമൊക്കെ സെയിം തന്നെയാണ്. അതുപോലെ ഗ്രീസിൽ ഇക്കാരിയ എന്നുള്ളൊരു ദ്വീപുണ്ട്. അത് എജീൻ എന്ന് പറയുന്ന സീയിലെ ഒരു ദ്വീപാണ് ഗ്രീസിൻ്റെ പരിസരത്തുള്ളത്. ആ ദ്വീപ് സമൂഹത്തിലുള്ള മെഡിറ്ററേനിയൻ ഡയറ്റാണ് അവർ സ്ഥിരമായിട്ട് കഴിക്കുന്നത്. അവിടെയും ഈ പോർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എല്ലാ സാധനങ്ങളും അവർ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് അവരും അതുപോലെ കറക്റ്റായിട്ട് അവർ പല സംഗതികളും അവർ തന്നെ ഉണ്ടാക്കുകയും അത് അവർക്ക് ആവശ്യമുള്ള സകല സാധനങ്ങൾ വരും. പിന്നെ സീയുടെ തൊട്ടടുത്തായതുകൊണ്ട് അവർ ഫിഷ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലല്ല, വളരെ കുറച്ച്, ചെറിയ അളവിൽ. ഡയറി പ്രോഡക്ട്സും പാലുൽപ്പന്നങ്ങളൊക്കെ വളരെ ചെറിയ തോതിലാണെങ്കിലും അവർ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ എന്താ പ്രത്യേകത വെച്ചാൽ ഹെർബൽ ടീ ധാരാളമുണ്ട്. റോസ്മേരി അല്ലെങ്കിൽ സേജ് അല്ലെങ്കിൽ ഒറിഗാനോ എന്നൊക്കെ പറയുന്നുള്ള ചെടികളുടെ ഇലകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ലപോലെ നമ്മുടെ മല്ലികാപ്പി പോലെ ഉണ്ടാക്കുന്ന ചെറിയ ടീ, ഓർഗാനിക് ടീ, അതൊക്കെ അവർ നിത്യം കഴിക്കുന്നുണ്ട്. സോഷ്യൽ കണക്ഷൻസ് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ അവർ കൂടുതൽ റിലാക്സേഷൻ എടുക്കുന്നതിന് പകരം അതായത് എല്ലാ ദിവസവും കുറച്ച് വർക്ക് ചെയ്തിട്ട് കുറച്ച് കൂടുതൽ നേരം റെസ്റ്റ് എടുക്കും. ആ റെസ്റ്റ് എടുക്കുന്നതാണ്, അല്ലാതെ കിടന്ന് ഉറങ്ങണതല്ല, റെസ്റ്റ് എടുക്കും. അതായത് പവർ നാപ്സ് എന്നൊക്കെ പറയുന്ന സംഗതി അത് അവർ ചെയ്യുന്നുണ്ട്. പർപ്പസ് ഓഫ് ലൈഫുള്ളതുകൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് അവർ വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാ ഭാഗത്തും വൃദ്ധരായിട്ടുള്ള ആളുകൾ, അതായത് വയസ്സ് 90 ആകുമ്പോൾ അവരെല്ലാവരും ശ്രദ്ധിക്കും. വീട്ടിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നത് വയസ്സായിട്ടുള്ള ആളുകളെയാണ്. അവർക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അവരുണ്ടെങ്കിൽ മറ്റുള്ള അപ്പുറം ഇപ്പുറമുള്ള ആളുകളൊക്കെ വരും, അവരെ കാണാനും സംസാരിക്കാനും ഒക്കെ വരും. അപ്പോൾ അവർ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളാണ് വയസ്സായിട്ടുള്ള ആളുകൾ. കാരണം അവർക്ക് ജ്ഞാനവൃദ്ധം ഒരുപാട് കാര്യങ്ങൾ അറിയാം, അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒരാൾക്കും പിന്നെ ബ്രെയിൻ അല്ലെങ്കിൽ ഓർമ്മശക്തിയുടെ കുറവോ ഒന്നും അവിടെ ഇല്ല. അങ്ങനെ ഒരു സംഗതി അസുഖങ്ങൾ ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അവർക്കെല്ലാം ഓർമ്മയുണ്ടാവും. വളരെ സന്തോഷവാന്മാരാണ് അവരെല്ലാവരും. അപ്പം ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. പിന്നെ കോസ്റ്റാറിക്കയാണ്. കോസ്റ്റാറിക്കയിലും അതുപോലെ തന്നെ ഇതൊക്കെ തന്നെ ഉള്ളത്. അവിടെയും ഇതുപോലുള്ള സംഗതികളും. ഈ ഗ്രീസിൽ തേന് ധാരാളം, അവർ പർവ്വത പ്രദേശങ്ങളായതുകൊണ്ട് തേനുണ്ട്. അവിടെ തേൻ കൃഷി അവർ ചെയ്യും. ഇറ്റാലിയൻ തേനീച്ചയാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് വലിയ പെട്ടികളാണ്, ധാരാളം തേന് കിട്ടും. 100 കിലോൻ്റെ അടുത്ത് തേനൊക്കെ കിട്ടും. ആ തേന് വേണ്ടി പല ഭാഗത്തും യാത്രയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ അവർ ജീവിക്കുന്നുണ്ട്. അവരുടെ സെൽഫ് സഫീഷ്യൻ്റ് ആണ് ഈ ഗ്രൂപ്പുകളെല്ലാം തന്നെ. ഒരു നട്ഷല്ലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്കും ജീവിക്കാനായിക്കൊണ്ട് സാധിക്കും. ഇതിലിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ 5 ഗ്രൂപ്പിൽ അല്ലെങ്കിൽ 5 കോണ്ടിനെൻറ്റിലുള്ള അല്ലെങ്കിൽ 5 പ്രദേശങ്ങളിലുള്ള 100 വയസ്സിന് മേലെ പ്രായമുള്ള ഈ ബ്ലൂ സോൺസിനകത്ത് ഉള്ള അവരുടെ ഏറ്റവും
ഒരു നക്ഷലായിട്ട് എന്താണ് അവരുടെ പ്രത്യേകത എന്ന് പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ഫുഡ് ലോക്കലി എല്ലാം ഉണ്ടാക്കും. വെജിറ്റബിൾസ് ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും ലോക്കലി ഉണ്ടാക്കും. ഒരിക്കലും കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പരിപാടി അവിടെ ഇല്ല. നമുക്ക് പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ പറ്റും. നമ്മളുടെ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് നമുക്ക് ഓരോരോ സാധനങ്ങൾ ഓരോരുത്തർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി ഷെയർ ചെയ്തെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പറ്റാതെ ഒന്നുമില്ല നമുക്ക്. അതാണ് ഒരു 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 പ്രത്യേകത. പിന്നെ ഭക്ഷണം 3 നേരം മാത്രമാണ് അവർ കഴിക്കുന്നത്. നമ്മളെപ്പോലെ ഇടയ്ക്ക് കടി അല്ലെങ്കിൽ സ്നാക്സ് തിന്നാനുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ട് എന്നുള്ള പരിപാടിയില്ല. ഭക്ഷണം രാവിലത്തെ കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ രാത്രി പറഞ്ഞാൽ ഒരുപാട് വൈകിട്ടല്ല, ഒരു 7 മണിക്ക് മുമ്പായിട്ട് ഭക്ഷണം കഴിക്കും. അതാണ് അവരുടെ രീതി. അതും ചെറിയ ഭക്ഷണം കഴിക്കും, മീൻസ് അളവ് വളരെ കുറവ്. വ്യത്യസ്തമായ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. അതാണ് അവർ. സ്നാക്സ് ഇല്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. കാരണം ഓരോ സ്നാക്സ് കഴിക്കുമ്പോഴും നമ്മളുടെ എനർജി ദുർവ്യയം ചെയ്യണം. കാരണം ആ ഒരു ഭക്ഷണം കഴിച്ച് ദഹന പ്രക്രിയ തുടങ്ങി ഏതാനും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അതൊന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോഴത്തേക്കും അടുത്ത ഭക്ഷണമായി സ്നാക്സ് ആയിട്ട് വരികയാണ്, വടയോ ചായയോ അതുപോലുള്ള സാധനങ്ങൾ. അത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് ദഹിപ്പിക്കുമോ അതോ രണ്ടാമത് വന്നിട്ടുള്ള ദഹിപ്പിക്കും? ആദ്യത്തെ ദഹിപ്പിക്കും. ഏതാ ദഹിപ്പിക്കുക? രണ്ടും ദഹിക്കാത്തൊരവസ്ഥയിലേക്ക് വരും. ഇത് നമ്മുടെ എനർജിയെ, അതായത് നമ്മുടെ ഇപ്പോൾ 100 കലോറി ഊർജം അല്ലെങ്കിൽ 500 കലോറി ഊർജം കിട്ടാനായിക്കൊണ്ട് 800 കലോറി ഊർജം ചെലവാക്കണം എന്നുള്ള കണ്ടീഷനാണ്. അപ്പം ശരിക്കും ഊർജത്തിൻ്റെ ദുർവ്യയമാണ് അവിടെ സംഭവിക്കുന്നത്. നമുക്ക് വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടൂല. വെറുതെ ആവശ്യമില്ലാണ്ടൊക്കെ നമ്മുടെ എനർജി മുഴുവൻ വേസ്റ്റാക്കി കളയുന്ന ഒരു പരിപാടി. ഇത് അവിടെ ഇല്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. ഒരു 10 വർഷത്തോളം അല്ലെങ്കിൽ 8 വർഷത്തോളം നമുക്ക് അഡീഷണൽ ലൈഫ് കിട്ടാൻ സാധ്യതയുള്ളൊരു സംഗതിയാണ് ഈ ഇടയിൽ സ്നാക്സ് ഒഴിവാക്കുമ്പോൾ തന്നെ. അപ്പോൾ അതും വളരെ ശ്രദ്ധിക്കേണ്ട സംഗതി. അവരുടെ ഫുഡിൽ റിച്ച് ഇൻ ഫൈബർ ആൻഡ് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അവർ കഴിക്കും. കാരണം അവർക്ക് കഴിക്കാൻ പറ്റും. അവർ ധാരാളമായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലെയല്ല. നമ്മൾ വലിയ അധര വ്യായാമമാണ് കൂടുതൽ ചെയ്യുക പലപ്പോഴും. ഒരിക്കലും നമുക്ക് ഫിസിക്കലി പണിയെടുത്തിട്ട് ഒന്ന് വേർത്ത് പണിയെടുക്കാൻ നമുക്ക് മടിയാണ്, പ്രത്യേകിച്ച് കേരളീയരായിട്ടുള്ള ആളുകൾ. അപ്പം അത് മാറിയിട്ട് അവർ ചെറിയ ചെറിയ വർക്കുകളാണെങ്കിലും ഏത് ചെറിയ ചെറിയ വർക്കുകളാണെങ്കിൽ ആ സ്വയം ഏറ്റെടുത്ത് ചെയ്യും. വീട്ടുകാരെല്ലാവരും കൂടെ വർക്ക് ചെയ്യും. അതിനൊന്നും ഒരു മടിയില്ല. പിന്നെ പരിസരത്തുള്ള ആളുകളാണെങ്കിൽ അവർ ഈ വഴിക്ക് വരുന്ന സമയത്ത് വർക്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വർക്ക് അവർ ചെയ്യും. അവിടെ ഇന്നയാളുടെ വീട്ടിൽ വർക്ക് അങ്ങനെയൊന്നുമില്ല. എല്ലാവരുടെ വീട്ടിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സൗഹൃദമാണ് അത്. വളരെ ക്ലോസ് ആയിട്ടുള്ള സൗഹൃദമുള്ള ആളുകൾ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് ഒരു പ്രത്യേകത, ഫുഡുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകത. മറ്റൊന്ന്, കൂടുതൽ ആളുകളും വെജിറ്റേറിയൻസ് ആണ്. അതും ഒരു പ്രത്യേകതയാണ്. ഭക്ഷണത്തിൽ വെജിറ്റേറിയനിസമാണ് വളരെ കൂടുതലായിട്ട്. അപൂർവം 1-2 ഭാഗങ്ങളിൽ മാത്രമേ നോൺ വെജിറ്റുള്ളൂ. അത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. മദ്യം എന്ന് പറയുന്ന സംഗതികൾ തീരെയില്ല. മദ്യത്തിൻ്റെ ആവശ്യത്തിന് ആരും ഒന്നും കഴിക്കുന്നില്ല. അല്പം വൈൻ കഴിക്കുന്നത് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മളുടെ അകത്തുള്ള ബാക്ടീരിയ, ഗട്ട് ബാക്ടീരിയ കൂട്ടാനുള്ള സംവിധാനത്തിന് അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള വളരെ ചെറിയ തോതിൽ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്ന അല്പം വൈൻ മാത്രമേ ഉള്ളൂ. അത് റെഡ് വൈനാണ്. അത് ഓൾഡ് രീതിയിൽ, പഴയ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവരുണ്ടാക്കുന്നത്. അതിനകത്ത് ഒരു കെമിക്കലും ഇല്ല. ഇക്കിഗായ് എന്ന് പറയുന്ന സംഗതി അവരുടെ ഏറ്റവും ഒരു പർപ്പസ് ഓഫ് ലൈഫാണ്. അതായത് നമ്മുടെ നാളെ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇക്കിഗായ് എങ്ങനെയാണ് മനസ്സിലാവുക വെച്ച് കഴിഞ്ഞാൽ, ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത്, കൃഷിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൊരു വല്ലാത്തൊരു സന്തോഷം നിറയുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഇക്കിഗായ്. നിങ്ങളൊരു എന്തെങ്കിലും സ്കൾപ്ചർ, കൊത്തുപണി നടത്തിയിട്ട് വളരെ മനോഹരമായ ശില്പങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഇക്കിഗായ്. അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഇക്കിഗായ് ആയിരിക്കും. പക്ഷെ എന്തായാലും ഇക്കിഗായ് ഉണ്ട്. ഈ പറഞ്ഞ എല്ലാവർക്കും ഇക്കിഗായ് ഉണ്ട്. അപ്പം നമുക്കും ഒരു ഇക്കിഗായ് വേണം. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്ക് ലഭിക്കുന്നത്, അത് നമുക്ക് ഒരു പണിയായിട്ട് തോന്നാത്തത്, ആ പണിയാണ് ഇക്കിഗായ്. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് അതിൽ കുറച്ച് കൂടുതൽ വ്യാപൃതരായി കഴിഞ്ഞാൽ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഹാപ്പിനെസ് വേണം. ഹാപ്പിനെസ് വരുന്ന സമയത്ത് തലച്ചോറിൽ പല വ്യത്യാസങ്ങളും, പല
മാറ്റങ്ങളും വരും. അത് നമ്മുടെ ആയുസ്സിനെ കൂട്ടുന്നതാണ്. അതാണ് മറ്റൊരു സംഗതി. സോഷ്യൽ ഗ്രൂപ്പുകൾ ധാരാളമുണ്ട്. അവിടെ അവർ ഹാപ്പിയാണ്. ഒരു കലകൾ പലതും അവർ പഠിക്കുന്നു. ഈവൻ 80 വയസ്സ് 70 വയസ്സിലൊക്കെ അവർ ഇരുന്ന് പഠിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് എവിടെ വായിച്ചു, 70 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരമ്മ, കേരളത്തിലാണെന്ന് തോന്നുന്നു, കേരളത്തിൽ തന്നെ, വീണ പഠിക്കാൻ തീരുമാനിച്ചു. 70 വയസ്സിലാണ്. ഒരു 10 വർഷം കഴിഞ്ഞ് 80 വയസ്സായപ്പോൾ അവർ അതിൻ്റെ പഠനം പൂർത്തിയാക്കുകയും അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. വളരെ മനോഹരമായിട്ട്. വീണയാണ്, എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്, പഠിക്കാൻ അതിലേറെ കഷ്ടമാണ്. 70 വയസ്സിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റും. വിചാരിക്കണം. നമ്മൾ വിചാരിച്ച് അതിനു വേണ്ടി ശ്രമിച്ചാലേ പറ്റുള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം വിഷമമായിട്ട്, വല്ലാത്ത വിഷമം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാരണം മലയാളത്തിലൊരു ഒരു കാര്യം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ വലിയ കഷ്ടം. പിള്ളേർ പറഞ്ഞാൽ പിള്ളേർക്ക് അറിയില്ല. DTP സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ, സാർ ഇത് കുറച്ചല്ലേ ഉള്ളൂ, നമുക്ക് നാളെ വരും അല്ലെങ്കിൽ മറ്റന്നാൾ വരും എന്ന് പറഞ്ഞു 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി. എങ്ങനെയൊക്കെ അത് ടൈപ്പ് ചെയ്ത് അയച്ചു. പക്ഷെ അന്ന് തീരുമാനിച്ചു, ഇത് ഞാൻ പഠിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ഇരുന്നു 2 മാസം, 1.5 മാസം. പ്രായമായതുകൊണ്ട് 1.5 മാസം വേണം, അല്ലാത്തവർക്കൊക്കെ 1 മാസം കുറവ് മതിയാവും. അദ്ദേഹം പറഞ്ഞു, ഞാൻ 1.5 മാസം 2 മാസത്തിന് അടുത്തായി, പക്ഷെ അത് ഞാൻ ഇരുന്ന് പഠിച്ചു. ഡെയിലി 2 മണിക്കൂർ നേരം അതിന് വേണ്ടിയിട്ട് കുത്തിപ്പിടിച്ചിരിക്കും. അവസാനം ഇപ്പോൾ വളരെ സ്പീഡാണ്. ഇപ്പോൾ മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി വരും, അച്ഛാ അതൊന്ന് ടൈപ്പ് ചെയ്ത് തരുമോ. മരുമകളും വരും, അച്ഛാ അതൊന്ന് ടൈപ്പ് ചെയ്ത് തരുമോ. ഇതാണ് അവസ്ഥ. അപ്പം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ വയസ്സായി, അയ്യോ പ്രായമായില്ലേ ഇനി എന്ത് ജീവിതം എന്ന് പറയുന്നതിന് പകരം ഇത് നമുക്ക് പറ്റും, എന്തുകൊണ്ട് നമുക്ക് പഠിച്ചുകൂടാ എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനായി കൊണ്ട് സാധിക്കും. അതാണ് വേറൊരു സംഗതി. അതായത് കലകൾ മുഴുവൻ നമ്മൾ സ്വായത്തമാക്കുക. കുറേയൊക്കെ, പാട്ടാണെങ്കിൽ പാട്ട്, ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്നതാണെങ്കിൽ അതൊരു പക്ഷേ ലൈഫ് സ്പാൻ കൂട്ടാനായി കൊണ്ട് സഹായിക്കും. സുഹൃത്തുക്കൾ, അതൊക്കെ വളരെയധികം നല്ല സംഗതിയാണ്. ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റി ടൈപ്പ് ഉണ്ടെങ്കിൽ അതും വളരെ വളരെ അതൊക്കെ അവിടെ ഉണ്ട്. മറ്റൊരു സംഗതി വ്യായാമമാണ്. ഫിസിക്കലായിട്ടുള്ള നല്ല വ്യായാമം. കരാട്ടയുണ്ട്, നടത്തമുണ്ട്, നൃത്തമുണ്ട്, കൃഷിപ്പണിയുണ്ട്, ആടുമേക്കലുണ്ട്, ഇതൊക്കെ അവർക്കുണ്ട്. ഈ വേറൊരു സ്ഥലത്ത് ഇപ്പോൾ കണ്ട വേറൊരു സംഗതി വെച്ചാൽ, നല്ല സ്റ്റെപ്പുകൾ കയറിയിട്ടും ഇറങ്ങിയിട്ടുള്ള സ്ഥലങ്ങളാണ്. റോഡുകൾ അപ്പ് ഹിൽസും ഡൗൺ ഹിൽസും ധാരാളമുണ്ട്. അപ്പോൾ നടക്കുന്ന സമയത്ത് ഇങ്ങനെ കയറ്റം കയറി പോകണം. ചിലയിടത്ത് ഇറക്കമായിരിക്കും, ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ എന്തായാലും ഈ ഇടുപ്പിന് താഴെ, അതായത് കാലുകൾ നല്ല സ്ട്രോങ് ആക്കിയിട്ടുള്ള വ്യായാമ മുറകൾ അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇരിക്കുക, എണീക്കുക. ഭക്ഷണം കഴിക്കുന്നവർ നിലത്തിരുന്നിട്ടാണ്. ജപ്പാനിലൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നതൊക്കെ നമ്മുടെ വജ്രാസനത്തിലിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അത് ശീലമാവും, വേദനയൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ തന്നെ ഇരിക്കാം, എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മേധാശക്തി കൂടും, ബ്രെയിൻ സ്ട്രോങ് ആവും, അഭിപ്രായങ്ങൾക്ക് ബലം കൂടും, അത് മറ്റുള്ളവരെ അംഗീകരിക്കാനായിക്കൊണ്ടുള്ള സാധ്യത വളരെ കൂടും. ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് വജ്രാസനമാണ്. അതുകൊണ്ട് കഠിനമായ ആസനമായതുകൊണ്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആകും, വജ്രം പോലെ സ്ട്രോങ് ആയിട്ട് മാറാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതിനകത്ത് ഇരുന്നിട്ടാണ് ഈ ജപ്പാൻകാരൊക്കെ കറിക്കരിയുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ. അതൊക്കെ വലിയ ഒരു കാഴ്ചയാണ്. നമ്മളത് കണ്ടുപഠിക്കേണ്ട ഒരു സംഗതിയാണ്. മറ്റൊന്ന്, അവർ ഹെർബൽ ടീ അവർ കഴിക്കുന്നുണ്ട്, തേന് കഴിക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുന്നുണ്ട്, വൈന് വളരെ മോഡറേറ്റ് ആണെങ്കിലും വല്ലപ്പോഴൊക്കെ കഴിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻസും മൈക്രോബയോട്ടയും വളരെ കൂട്ടുന്ന ഒരു ഭക്ഷ്യ രീതികളാണ്. അതിനുള്ള ടെക്നിക്സാണ് ഇതൊക്കെ. നമുക്കും അതൊക്കെ തുടരാവുന്നേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും ഹെൽത്ത് കോൺഷ്യസ്നെസ് ഉണ്ട്. ഹെൽത്തിനെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ അറിയുന്ന ആളുകളടുത്ത് ചോദിച്ച് മനസ്സിലാക്കി ഇതെന്തൊക്കെയാണ്, അപ്പം എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടതെന്നതിനെ കുറിച്ച് അവർക്കൊരു ബോധമുണ്ട്, അല്ലെങ്കിൽ ബോധം ഉണ്ടാക്കുന്ന സംവിധാനമുണ്ട്. അതും ഒരു കാരണമാണ് അവരുടെ ലൈഫ് സ്പാൻ കൂട്ടുന്നത്. പിന്നെ അവർ ഏർലി ടു ബെഡ് ഏർലി ടു റൈസ് മേക്ക് ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ് എന്ന് പറയുന്ന സിദ്ധാന്തം മുറുകെ പിടിക്കുന്ന ആളുകളാണ്. വളരെ നേരത്തെ അവർ ബെഡിലേക്ക് പോകും. രാത്രി ഒരുപാട് അധികം നേരം ഒന്നും ഇരിക്കില്ല, കുറച്ച് നേരം ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞ് വേഗം ഉറങ്ങും. 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഉറങ്ങി. അപ്പോൾ ഭക്ഷണം അതിന് മുമ്പ് കഴിക്കണം. 7 മണിയാകുമ്പോഴത്തേക്കും. ചിലർ കഴിക്കുന്നത് സൂര്യാസ്തമയത്തിന് മുമ്പേ കഴിക്കും.
ഇതിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഭക്ഷണ രീതികൾ. ചില ഭാഗത്ത് 11 മണി വരെയൊക്കെ പോകും. അതൊക്കെ ഈ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള നൃത്തങ്ങളൊക്കെ ആയിട്ടുള്ള ആ ലെവലിലാണ് പോകുന്നത്. അപ്പോൾ സന്തോഷത്തിന്റെ പാരമ്യത്തിലാണ് അവർ ഉറങ്ങാൻ പോകുന്നത്. ഏർലി ടു ബെഡ് ഏർലി ടു റൈസ്, നേരത്തെ എണീക്കും. 4 മണിക്ക് 4:30 മുമ്പായിട്ടൊക്കെ എല്ലാവരും എഴുന്നേക്കും. എന്നിട്ട് അവർ നിത്യവൃത്തികൾ അത്യാവശ്യമൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം വ്യായാമങ്ങളൊക്കെ തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. നമ്മൾ നിത്യസാധനയിലും അതൊക്കെയാണ് ചെയ്യുന്നത്. 4-4:30 എണീക്കണം. 5 മണിയാകുമ്പോഴത്തേക്കും നിത്യസാധനം റെഡിയായി. അത്യാവശ്യം ശ്വസനക്രിയകളാണ്, വ്യായാമങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറേയധികം ഗുണം ചെയ്യുന്ന സംഗതികളാണ്. അത് യോഗ ചെയ്താൽ മതി. നിത്യസാധനയിൽ ചെയ്യുന്ന കുറേ സംഗതികൾ യോഗയുടെ കുറേ ആധുനികമായ ടെക്നിക്സാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആവുകയാണെങ്കിൽ ഹെൽത്തി ആവും, വെൽത്തി ആവും, വൈസ് ആവും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അവർക്കൊക്കെ എല്ലാവരും ഈ ഹരാഹ ചിബു അത് വളരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ 80% ഫുഡേ അവർ കഴിക്കുള്ളൂ. അവർക്ക് വേണമെങ്കിൽ 100% കഴിക്കാം, പക്ഷെ അത് അത്രയും കഴിക്കില്ല. എന്ത് നോക്കുകയാണെങ്കിലും നമുക്ക് ഇത്ര മതി എന്നൊരു ഒരല്പം കുറവ് കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോൾ അവരുടെ മറ്റേ മെറ്റബോളിസം ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും. അവർ മൊബിലിറ്റി മീൻസ് ഓടാനും ചാടാനും നടക്കാനും ഒക്കെ ഉള്ള കഴിവ് വളരെ കൂടുകയും ചെയ്യുന്നു. അവർ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അത് വളരെ നല്ല ഒരു സംഭവമാണ്. മറ്റൊന്ന് പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് ഫുഡ് അത് ധാരാളം അവർ കഴിക്കുന്നുണ്ട്. തൊഫു, റെഡ് വൈൻ, ചോളം, അത് നിറയെ നാരുള്ളതാണ് ചോളം, അത് അവർ കഴിക്കുന്നുണ്ട്. മില്ലറ്റ്സ് ധാരാളം കഴിക്കുന്നുണ്ട്. ഇതൊക്കെ അവർ പ്രോബയോട്ടിക് ഫുഡ്, പ്രീബയോട്ടിക് ഫുഡൊക്കെയാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ മൈക്രോബയോട്ട വളരെ കൂടും. കുടലിൽ അല്ലെങ്കിൽ ആമാശയത്തിൽ മുതൽ കുടലിൽ മലാശയത്തിലൊക്കെ ഉള്ള ധാരാളം മൈക്രോബുകൾ, വളരെ വൈറസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, മൊത്തം അതിനെ പറയുന്നത് മൈക്രോബയോട്ട എന്നാണ് പറയും. അവരുടെ ഒരു ബറ്റാലിയൻ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഹെൽത്ത് കൂടിക്കൊണ്ടിരിക്കും. ബാക്ടീരിയ എന്ന് പറഞ്ഞ് പേടിച്ച് ഓടിപ്പോണ്ട അവസ്ഥയല്ല. നമ്മുടെ ഉള്ളിൽ ധാരാളം നമ്മൾക്ക് സഹായിക്കുന്ന ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. അതിൻ്റെ ബലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ അത്തരം ബാക്ടീരിയാസ് വളരെ കൂടുമ്പോഴാണ് നമുക്ക് ഹെൽത്ത് വൈസ് നമ്മൾ വളരെ നന്നാവും. അപ്പോൾ അതുകൊണ്ട് അതും അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊന്ന് സ്ട്രെസ് റിഡക്ഷൻ ടെക്നിക്സ് അവർക്ക് ധാരാളമുണ്ട്. നോളജ് ഓഫ് ഹെൽത്തിനെ കുറിച്ച് നന്നായിട്ട് അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ മെൻ്റൽ സ്ട്രെസ്സ് അവർ തീരെ അവർക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ വ്യാപൃതമാവില്ല. പത്രം വായിക്കില്ല, ടി വി കാണില്ല. ടി വി കണ്ടാലും പത്രം വായിച്ചാലും നമ്മൾ സ്ട്രെസ്സ് മാത്രമേ നമുക്ക് കൂടുതൽ കിട്ടുള്ളൂ. ഈവൺ ഒരു ആഘോഷമാണെങ്കിൽ പോലും ടി വിയിൽ വാർത്ത വായിക്കുന്നത് ആഘോഷത്തിൻ്റെ വളരെ നൈർമല്യമായിട്ടുള്ള ലെവലിലല്ല വായിക്കുക. എന്തോ ഒരു കൊലപാതകം ചെയ്ത പോലെ അതിനൊപ്പം കുറിച്ച് പറയുന്ന പോലെ ആളുകളെ സ്ട്രെസ്സും സ്ട്രെയിനും കൂട്ടുന്ന തരത്തിലാണ് പലപ്പോഴും അവരുടെ സംഭാഷണ എന്താ പറയുക മികവ് എന്ന് പറയുന്നത്. മികവൊന്നുമല്ല സത്യത്തിൽ, അങ്ങനെയല്ല പറയേണ്ടത്. ശാന്തമായിട്ട് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവും. പക്ഷെ അവരതിനെ വളച്ചൊടിച്ചൊരു പ്രത്യേക രീതിയിൽ പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് സ്ട്രെസ്സ് കൂട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം പരിപാടികളൊക്കെ അവരില്ല. മൊബൈൽ ഫോൺസ് പലപ്പോഴും ഇവിടങ്ങളിലൊന്നും ആധുനികമായ സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ല. അത്യാവശ്യമുള്ളത് ചെറിയ ചെറിയ എക്യുപ്മെൻസുകൾ മാത്രമേ ഉള്ളൂ. മറ്റൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു സംഗതി, വൃദ്ധരെ അവർ എല്ലാവരും എല്ലാ ഭാഗത്തും ആദരിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ വൃദ്ധരാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. വയസ്സാവും തോറും അവർക്ക് ഭയമല്ല വരുന്നത്. ഞാൻ വളരെ ആദരിക്കപ്പെടേണ്ട ഒരാളായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷവും ഒരു മാനസികമായ ഒരു സ്ഥൈര്യതയും ഒക്കെ വരുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ചില മാറ്റങ്ങൾ വരികയും ആ ഒരു ലെവലിൽ വീണ്ടും കൂടുതൽ കാലം ജീവിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവുകയും അതിനനുസരിച്ചിട്ടുള്ള ശരീരം അതിനനുസരിച്ച് പടിപടിയായി ഉയർന്നു വരികയോ ഒക്കെ ചെയ്യുന്നുണ്ടാവണം. അതും ഒരു സംഗതിയാണ്. പിന്നെ നാളേക്കുള്ള ഒരു പ്ലാൻ അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. നാളെ എന്ത് ചെയ്യണം എന്നുള്ളത് ഇന്ന് തന്നെ അവർക്ക് അറിയാം. അപ്പോൾ അതും ഒരു സംഗതിയാണ്. ഇതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞ സംഗതികൾ മുഴുവൻ ലോകത്തിൻ്റെ പല ഭാഗത്ത്, ജപ്പാനിലും ഇറ്റലിയിലും കോസ്റ്റാറിക്കയിലും ഗ്രീസിലും കാലിഫോർണിയയിലും ഒക്കെ ഉള്ള സംഗതികൾ. അതേപോലെ ഇന്ത്യയിലും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ പല ഭാഗത്തും എനിക്ക് തോന്നുന്നു ഹിമാലയത്തിൻ്റെ പല ഭാഗത്തുമുള്ള ഗ്രാമങ്ങളിൽ, സാധാരണ ഗ്രാമങ്ങളിൽ
ഒരുപക്ഷെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ, അവിടെ പോയി പരിശോധിക്കുകയാണെങ്കിൽ 100 വയസ്സോ അല്ലെങ്കിൽ 95 വയസ്സ് 90 വയസ്സിനൊക്കെ മേലെയുള്ള ധാരാളം ആളുകളെ അവിടെ കാണാം. അപ്പം അതും നമുക്ക് നമ്മുടെ ക്ലൈമറ്റിലും നമ്മുടെ ഏരിയയിലും ഒക്കെ അതുപോലെ ജീവിക്കാനുള്ള സംവിധാനങ്ങൾ എന്തായാലും ഉണ്ട്. ഒരു സംശയം വേണ്ട, നമുക്കും അങ്ങനെയൊക്കെ ജീവിക്കാനായിക്കൊണ്ട് സാധിക്കും. അപ്പം അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇതാണ് ഒരു ഒരു പ്രത്യേകതയായിട്ടുള്ളത്. അപ്പം നമ്മൾ ഇപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ആയുസ് വളരെയധികം കുറയാനുള്ള കാരണം എന്താണ്? നമ്മൾ ഉണ്ടായി, അത് വളർന്ന് പരിണമിച്ച്, അത് കഴിഞ്ഞ് നിലനിന്ന്, പിന്നെ ക്ഷയിച്ച് മരിക്കുന്നു. അത് 6 അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു എന്നാണ് നമ്മൾ പറയുക. ഈ 6 അവസ്ഥകളിലും ഓരോ ഓരോ അവസ്ഥകൾക്കും ഓരോ കാലഘട്ടമുണ്ട്, ഒരു കാലയളവുണ്ട്. ആ കാലയളവിനനുസരിച്ചാണ് ഓരോ ജീവികളുടെയും പരിണാമം വന്ന് അവൻ മരണം അവനെ തേടിയെത്തുന്ന സമയം വരെ. അത് പലപ്പോഴും 120 വയസ്സാണ് എന്ന് പറയാൻ കാരണം, നമ്മുടെയൊക്കെ പഴയ വളരെ ഓൾഡായിട്ടുള്ള കാലഘട്ടത്തിൽ ഒരു മനുഷ്യജീവി പ്രായപൂർത്തിയാവുന്നത് 20 വയസ്സിലായിരുന്നു. 20 വയസ്സിൽ പ്രായപൂർത്തി ആവുകയാണെങ്കിൽ 20 ഗുണം 6 അതാണ് ആയുസ്. അതുകൊണ്ടാണ് 120 വയസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പല പ്രശ്നങ്ങളുമുണ്ട്. എന്തൊക്കെയാണ് കാരണങ്ങൾ നമുക്ക് എല്ലാവർക്കും? ആധുനികവൽക്കരണമാണ് പ്രധാനമായിട്ട് സംഗതി. അതൊക്കെ വന്ന് കെമിക്കൽ ചേഞ്ചസ് ഒരുപാട് വന്ന്, ഹോർമോൺ ചേഞ്ചസ് ഒരുപാട് വന്ന്, നമ്മുടെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. നമ്മുടെ ആളുകൾ ഇപ്പോൾ കുട്ടികൾ പ്രായപൂർത്തിയാവുന്നത് 20 വയസ്സിലാണോ അതോ 10 വയസ്സിൽ താഴെ, 8 വയസ്സിലോ 9 വയസ്സിലൊക്കെ ആണോ? 8 വയസ്സിലാണെങ്കിൽ 8 ഗുണം 6 48 വയസ്സിൽ മരണം സംഭവിക്കണ്ടേ? അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റം എത്തണ്ടേ? ഇപ്പോൾ വാർദ്ധക്യം എപ്പോൾ വരണം? 40 വയസ്സിൽ വരണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ സമയത്ത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, അതിന് കാരണം എന്താണെന്ന് തിരക്കി നമ്മൾ പരിസരങ്ങളിൽ മുഴുവൻ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നമ്മളെപ്പോൾ നിയന്ത്രിക്കുന്നത് മൾട്ടിനാഷണൽ കമ്പനികളുടെ പലതരത്തിലുള്ള സംവിധാനങ്ങളാണ്. അഡ്വർടൈസ്മെൻറ്റിലൂടെ പലതരത്തിലുള്ള ചിക്കൻ തീറ്റിക്കൽ, ധാരാളം ഈസ്ട്രജൻ ഹോർമോൺ അടങ്ങിയ ധാരാളം സാധനങ്ങൾ നമ്മളെ തീറ്റിക്കൽ, കെമിക്കൽസ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ, നമ്മുടെ ടിൻഡ് ഫുഡുകൾ, എല്ലാ സാധനങ്ങളിലും, ബേക്കറി സാധനങ്ങൾ, എല്ലാ സാധനങ്ങളിലും കെമിക്കൽസിൻ്റെ ഒരു ബഹളാണ്. പലതിലും ടേസ്റ്റ് മേക്കേഴ്സ് ആയിട്ടുള്ള പല സാധനങ്ങളും ചേർക്കുന്നുണ്ട്. ഒരു സാധനമല്ല, പല സാധനങ്ങൾ ടേസ്റ്റ് മേക്കേഴ്സ് ആയിട്ട്. അജിനോമോട്ടോ എല്ലാത്തിലും ചേർക്കുന്നുണ്ട്. അജിനോമോട്ടോ ഒക്കെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാവിന് ഒരു പ്രത്യേക ലഹരിക്ക് അടിമയാക്കുന്ന തരത്തിൽ, എത്ര പൊട്ട സാധനമാണെങ്കിലും അതിൻ്റെ രുചി എന്ന് പറയുന്ന സംഗതി, രുചി മുകുളങ്ങളൊക്കെ ത്രസിക്കും. അതോടുകൂടി നമ്മൾ ആ പ്രോഡക്റ്റിൽ ആകൃഷ്ടരാകും. അങ്ങനെ ആകൃഷ്ടരായി ഏറ്റവും മോശമായ മൈദ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് അല്പം അജിനോമോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ആ പൊട്ട മൈദ പൊടിയുടെ ഒരു തരത്തിലുള്ള സ്മെല്ലും ഇതിനകത്ത് വരില്ല എന്ന് മാത്രമല്ല, ആ ബിസ്ക്കറ്റ് ലോകത്തിലെ ഏറ്റവും നല്ല ബിസ്ക്കറ്റായിട്ട് നമ്മൾക്ക് തോന്നും. അതാണ് അജിനോമോട്ടോയുടെ പ്രത്യേകത. അതിൻ്റെ പ്രത്യേകത, വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ചൈനയിൽ നിരോധിച്ചാണ്. ചൈനീസ് സാൾട്ട് എന്ന പേര്, ചൈനക്കാരാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവിടെ അത് നിരോധിച്ചു. കാരണം എന്താ? അത് ചെറുകുടലിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാണെന്ന് അവർ പഠിച്ചു, മനസ്സിലാക്കി. അവരുടെ ന്യൂൺ ഫീഡിങ്ങിൽ കുട്ടികൾക്ക് അത് സ്ഥിരമായിട്ട് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളിലെല്ലാം ചെറുകുടലിലെ ക്യാൻസറുകൾ വന്നു. അത് 1-2 കുട്ടികൾ മരിച്ചു. അതോടുകൂടിയിട്ട് സ്കൂൾ പൂട്ടി. അത് പഠിക്കാനായിക്കൊണ്ടൊരു സമിതിയെ നിയോഗിച്ചു. അവർ കണ്ടെത്തിയതാണ് അജിനോമോട്ടോയാണ് വില്ലൻ. അപ്പോൾ അത് അവർ പറഞ്ഞാൽ ഉടനെ മനസ്സിലാക്കി, അവർക്ക് പ്രശ്നം മനസ്സിലായി, നിരോധിച്ചു. അത് രാജ്യത്ത് ആ സാധനം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഉണ്ടാക്കുന്ന കമ്പനികൾ പ്രശ്നമായി. ഞങ്ങളിനി എന്ത് ചെയ്യും? അതിനല്ലേ ഇന്ത്യ. പൊക്കോ, ഇന്ത്യയിലേക്ക് പൊക്കോ, അവിടെ എന്ത് ചവറും നിങ്ങൾക്ക് വെക്കാം. എല്ലാ ആളുകളും അത് വാങ്ങിക്കും, ഉപയോഗിക്കും. അവരുടെ ചെറുകുടലിൽ പോയാൽ നമുക്കെന്ത് പ്രശ്നം? അപ്പം അങ്ങനെ പല കമ്പനികളും നമ്മുടെ നാട്ടിൽ വന്നിട്ട് കെൻഡക്കി അല്ലേ, അങ്ങനെ സാധനമല്ലേ, ഇങ്ങനെയുള്ള പല സാധനങ്ങളും നമ്മളെ കൊണ്ട് തീറ്റിക്കുക. ഇതെന്തോ വിശിഷ്ടമായ സാധനമാണെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ തീറ്റിക്കുന്നത്. നമ്മളാണെങ്കിൽ അത് തിന്നാൻ ഒരു പ്രയാസമില്ലാണ്ട് നമ്മൾ, അതാണ് ആധുനികൻ്റെ ഒരു പ്രശ്നം. അവന് നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ എന്തില്ല? വിവരമില്ല.
അവൻ എന്തും ചവറ് പോലെ അങ്ങ് കഴിക്കും. ഇത് അവൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നതാണെന്ന് മനസ്സിലായാലും അവനത് കഴിക്കും. അതാണ് അവൻ അഡിക്ഷൻ ഉള്ള ഒരു സംഗതിയാണ്. ബ്രെയിനിൽ കുറേ മാറ്റങ്ങൾ വരും, അതോടുകൂടി അവൻ്റെ കാര്യം കട്ടപ്പോവാം. ഇതാണ് അവസ്ഥ. അപ്പോൾ അതിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭാരതീയരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ എന്തൊക്കെയാണ് അതിനകത്തുള്ള സംഗതി? ആയുർവേദത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ? നമുക്ക് മനസ്സിലാക്കാം. ആയുർവേദ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സംഗതി ഞാനിവിടെ വായിക്കാം. രസായന വാജീകരണ ചികിത്സകൾ, അതാണ് പുസ്തകത്തിൻ്റെ പേര്. വൈദ്യഭൂഷണം കെ രാഘവൻ തിരുമുൽപ്പാടിൻ്റെ പുസ്തകമാണ്. ആര്യവൈദ്യശാല കോട്ടക്കലിൻ്റെ പ്രസിദ്ധീകരണമാണ്. ഒരു പഠിക്കാനുള്ളൊരു പുസ്തകമാണ്. അപ്പം അത് ഞാനൊരു 10-20 വർഷം മുമ്പ് ഇത് വാങ്ങിക്കുകയും അത് വിശദമായിട്ട് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കും. രസായന ചികിത്സ എന്ന് കണ്ടപ്പോൾ ഞാനത് അനുഭവത്തോടെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണോ നോക്കാൻ വേണ്ടിയാണ് അത് വാങ്ങിച്ചത്. അപ്പോൾ അതിനകത്തുള്ള ഒരു സെൻറ്റൻസ് ഞാൻ വായിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി എന്തുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അത് ചിലപ്പോൾ ഉപകരിക്കും എന്നുള്ളതുകൊണ്ടാണത്. അതിനകത്ത് പറയുന്നുണ്ട്, ശാരീരികങ്ങളായ എല്ലാ ദോഷങ്ങളും കോപിക്കുന്നത് ഗ്രാമ്യങ്ങളായ ആഹാരവിഹാരങ്ങൾ കൊണ്ടാണ്. പ്രകൃതിക്ക് യോജിക്കാത്ത പരിഷ്കൃതങ്ങളായ സമ്പ്രദായങ്ങളെ മൊത്തത്തിൽ ഗ്രാമ്യങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഗ്രാമ്യങ്ങൾ പറഞ്ഞാൽ മോഡേൺ സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ എല്ലാം ഗ്രാമ്യങ്ങൾ. അപ്പൊ അത് കഴിച്ചാൽ എന്ത് സംഭവിക്കുന്നു പറയുന്നു. അത് ഒട്ടും നല്ലതല്ല എന്നാണ്. പുളി, ഉപ്പ്, എരിവ്, ക്ഷാരം എന്നീ രസങ്ങൾ അധികം ഉണ്ടായിരിക്കുന്നവയും ശുഷ്കശാകം, ഉഴുന്ന്, എള്ള്, മാംസം, തൈര്, വെപ്പ് കാടി, ചിത്തപ്പുളി എന്നിവയ്ക്ക് പ്രാധാന്യമുള്ളതും അരച്ചുണ്ടാക്കി പാചകം ചെയ്തവയും മുളപ്പിച്ച ധാന്യങ്ങൾ, കൊയ്തെടുത്ത ഉടനെയുള്ള ധാന്യങ്ങൾ എന്നിവ കൊണ്ടുള്ളവയും സംയോഗം കൊണ്ടും സംസ്കാരം കൊണ്ടും മറ്റും വിരുദ്ധങ്ങളും പരിമിതമല്ലാത്തവയും രൂക്ഷതയുള്ളവയും കഫത്തെയും മറ്റും ഇളക്കി വിടുന്നവയും ഗുരുത്വമേറിയവയും നുലഞ്ഞവയും നാറിപ്പഴകിയവയും മറ്റുമായ ആഹാരങ്ങൾ നിത്യം കഴിക്കുകയും വിഷമാശനം അകാലത്തോ അമിതമായോ കഴിക്കുന്നത്, അദ്യശനം ഒരിക്കൽ കഴിച്ചത് ദഹിച്ച് വീണ്ടും ഭക്ഷണത്തിൻ്റെ ആവശ്യം വരുന്നതിനെ സൂചിപ്പിക്കുന്ന വിശപ്പുണ്ടാകുന്നതിന് മുമ്പ് പിന്നെയും ഭക്ഷിക്കുന്നത് എന്നിവ ശീലമാക്കുകയും പകലുറക്കം, മദ്യപാനം, സ്ത്രീസംഗം എന്നിവ അമിതമായിരിക്കുകയും ശരീരത്തിന് ക്ഷോഭമുണ്ടാക്കുന്ന രീതിയിൽ അധികമായോ വിഷമമായോ വ്യായാമത്തെ ശീലിക്കുകയും ഭയം, ക്രോധം, ശോകം, ലോഭം, മോഹം, ക്ലേശം എന്നിവ അധികമായിരിക്കുകയും ചെയ്യുന്നവർക്ക് അതുകൊണ്ട് മാംസം ശിഥിലമായി, സന്ധികൾ അയഞ്ഞ്, രക്തം ദുഷിച്ച്, മേധസ് ചയിച്ച് ഇളകി, അസ്ഥികളിൽ മജ്ജരൂപം പ്രാപിക്കാതെ, ശുക്ലം പരിണമിക്കാതെ, ഓജസ് ക്ഷയിച്ച് തളർന്ന് കുഴഞ്ഞ് ഉറക്കവും മടിയും വയ്യായികയും കൂടി ഉത്സാഹമില്ലാതെ കിതച്ച് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ എന്തെങ്കിലും വേണ്ടത് പ്രവർത്തിക്കുവാൻ കഴിയാതെ ഓർമ്മയും ധാരണാശക്തിയും കുറഞ്ഞ് തേജസ്സറ്റ് രോഗങ്ങൾക്ക് കൂടായിത്തീർന്ന് നിയതമായ ആയുസ്സിനെ തന്നെ അനുഭവിക്കാതാകുന്നു. ഈ ദോഷങ്ങളെ അറിഞ്ഞ് അഹിതങ്ങളായ ആഹാരവിഹാരങ്ങളെ ഉപേക്ഷിച്ച് രസായനങ്ങളെ ഉപയോഗിക്കണം. എന്നാൽ വീണ്ടും ആരോഗ്യത്തെ അനുഭവിക്കാമെന്ന് പറഞ്ഞ് ഭഗവാൻ പുനർവസു ആത്രേയൻ ഉപദേശിച്ചു തുടങ്ങി. ഇത് ചരകം ചികിത്സിതം അധ്യായം 2 പ്രാണകാമീയം രസായനം ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് നമ്മളിതിനകത്ത് പറയുന്ന സംഗതികൾ, നമുക്ക് യോജിക്കാത്ത ഭക്ഷണ സാധനങ്ങളൊന്നും തന്നെ നമ്മൾ കഴിക്കരുത് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ആധുനികമായ ഒരു സാധനവും നമ്മൾ കഴിക്കരുത്. ആധുനികമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ എന്താണ് കുഴപ്പം വേറൊന്നുമല്ല,
നമ്മളുടെ ക്രോണോളജിക്കൽ ലൈഫ് ഏജ് എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും ഏജ് എങ്ങനെയാണ് വരുന്നത്, ഈ 120 വയസ്സ് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും എന്താ പറയുക, കണ്ണിൽ കാണാത്ത ലെവൽ, അത്രയും വളരെ മൈന്യൂട്ടായിട്ടുള്ള ലെവലിലാണ് നമ്മൾ ജനനം കൊള്ളുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സൈഗോട്ട് എന്നുള്ള അവസ്ഥയിൽ ഒരു ഭ്രൂണമായിട്ട് നമ്മൾ വരുന്നു, അമ്മയുടെ ഗർഭപാത്രത്തിൽ വരുന്നു, വളരെ 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 മൈന്യൂട്ടായിട്ടാണ്. ആ ഒരൊറ്റ കോശം വിഘടിച്ച് പലതായി, ഒരു 2 കോശമായി, 2 4ആയി, 4 8ആയി, 16ആയി, 32ആയി, 60, അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഓരോ കോശ വിഭജനങ്ങളാണ് വരുന്നത്. ഇത്ര കോശ വിഭജനം കഴിയുമ്പോഴാണ് കുഞ്ഞ് പ്രസവിക്കുക. അത് കഴിഞ്ഞ് ഇത്ര സമയങ്ങളിൽ ഇന്ന കോശ വിഭജനം നടക്കണമെന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കോശ വിഭജനം വേറൊരു രീതിയിലാണ്. വളർച്ചയുടെ പരിണാമ ദശയിൽ ഒരു പ്രത്യേകതയല്ലോ, 2 4 തന്നെ ആവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരു യൂത്തിൻ്റെ വളർച്ചയുടെ ഏകദേശം ആ കാലഘട്ടം നിന്നു കഴിഞ്ഞാൽ ഒരു കോശം 2ആയി വിഭജിക്കുമെങ്കിലും അതിൽ ഒരു കോശം മാത്രമേ വീണ്ടും വിഭജിക്കുള്ളൂ, മറ്റേത് നശിച്ചു പോകും. അപ്പം അങ്ങനെ ഒരു സ്റ്റേജ് കൂടെ വരും. ഇങ്ങനെ പതുക്കെ പതുക്കെ കോശ വിഭജനങ്ങളാണ് നമ്മളെ എത്ര ആയുസ് എന്ന് തീരുമാനിക്കുന്നത്. കോശ വിഭജനം സ്ലോ ആക്കാനുള്ള മെത്തേഡുകൾ ധാരാളമായിട്ടുണ്ട്. പഴയ പുസ്തകങ്ങളിൽ, പ്രത്യേകിച്ച് ആയുർവേദവുമായി ബന്ധപ്പെട്ടുള്ള രസായന ചികിത്സകളിലൊക്കെ തന്നെ, കുടിപ്രവേശിക്കുകയും രസായന ചികിത്സയും, അതിലൊക്കെ ഇത്തരം നമ്മളുടെ കോശത്തിൻ്റെ ആയുസ്സിനെ അല്ലെങ്കിൽ അതിൻ്റെ യൂത്തിനെ നിലനിർത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള പല ഭക്ഷണ സാധനങ്ങളും പല രീതികളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ, അന്നത്തെ കാലത്തെ ആളുകളൊക്കെ വീട്ടിൽ അവരിത് ഉണ്ടാക്കുമായിരുന്നു, രസായനങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുമായിരുന്നു. അത്തരം രസായനങ്ങൾ അവർ വീട്ടിൽ ഉണ്ടാക്കുകയും ഉപയോഗിക്കുകയും എല്ലാവർക്കും 35 വയസ്സിലോ ആ സമയത്ത് തന്നെ കൊടുത്തു തുടങ്ങും. അവർ കഴിച്ചുകൊണ്ടിരിക്കും. അതൊരു സാധാരണ രീതിയിലുള്ള സംവിധാനമായിട്ടാണ് പോകുന്നത്. അത് നിത്യേന കഴിക്കുന്ന സമയത്ത് അവരുടെ കോശ വിഭജനം വളരെ സ്ലോ ആവുകയും സാധാരണ എത്രയാണോ വേണ്ടത് അത് മാത്രമേ നടക്കുള്ളൂ. അങ്ങനെ 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 പോയി കഴിഞ്ഞാൽ അവർ 120 വയസ്സിന് മേലെ കൃത്യമായിട്ട് എത്തും. അങ്ങനെയാണ് നമുക്ക് 120 വയസ്സിൽ പഴയ ആളുകളൊക്കെ എത്തിയത്. ആ സൂത്രങ്ങൾ വീണ്ടും നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് അതിനനുസരിച്ച് നമുക്ക് പോകാൻ സാധിക്കും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ബ്ലൂ സോൺസിൽ പറഞ്ഞ പോലുള്ള പല സംഗതികൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊന്നും, ഈ ആയുർവേദം അവർക്കില്ലല്ലോ. നമുക്ക് ആയുർവേദവും ഉണ്ട്. നമുക്ക് അവരുടെ എല്ലാ സംഗതികളും നമുക്ക് വേണമെങ്കിൽ നമ്മൾക്ക് ഇവിടെ കൊണ്ടുവരാനായി കൊണ്ട് സാധിക്കും. ഒപ്പം തന്നെ ആയുർവേദത്തിൻ്റെ സൂത്രങ്ങളും നമുക്ക് ഉപയോഗിക്കാനായി കൊണ്ട് സാധിക്കും. ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ നമുക്കും അതുപോലെ ആയുസ് നിലനിർത്താനും ഓജസ് നിലനിർത്താനും, ഓജസ് എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യം, മീൻസ് കാഴ്ച കാണാനുള്ള ആ ഒരു സംഗതി, അതുപോലെ കേൾവി ശക്തി നന്നായിട്ട് കേൾക്കാനും മണക്കാനും അതുപോലെ സ്പർശിച്ചറിയാനും രുചി അറിയാനുമുള്ള മൊത്തം നമ്മുടെ ശരീരത്തിൻ്റെ കഴിവുകളാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് സംവേദിക്കാനുള്ള കൃത്യമായ കഴിവ് എത്രയുണ്ടോ അതിനാണ് നമ്മൾ ഓജസ് എന്ന് പറയാം. ഓജസ് ക്ഷയിച്ചു എന്ന് പറഞ്ഞാൽ അതൊക്കെ കുറഞ്ഞു എന്നർത്ഥം. ചെവി കേൾക്കില്ല, അല്ലെങ്കിൽ മണം ശരിക്ക് കിട്ടുന്നില്ല, കണ്ണ് തീരെ കാണുന്നില്ല കേട്ടോ എന്ന് പറയും. അതൊക്കെയാണ് ഓജസ് ക്ഷയിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഓജസ് കൂട്ടിയെടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതാണ് ഒരു സംഗതി. അല്ലെങ്കിൽ കുറേ സംഗതികൾ പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് രസായനങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്ന് പറയാം. 1-2 ഞാൻ പറയാം, അതിനത് വായിക്കാം. ഞാൻ എഴുതിയതൊന്നുമല്ല, ഇതൊക്കെ രാഘവൻ തിരുമുൽപ്പാട് പറഞ്ഞ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ആള് അവർ പല ഭാഗത്തുനിന്നും ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തെഴുതിയതാണ്. അപ്പം അത് ഞാൻ വായിക്കാം. വിഴാലരിപ്പൊടി 64 ഫലം, തിപ്പലിപ്പൊടി 64 ഫലം, കൽക്കണ്ടം 96 ഫലം, തേൻ, എണ്ണ, നെയ്യ് എന്നിവ 128 ഫലം വീതം ചേർത്ത് നെയ്ക്കലത്തിൽ പ്രാവൃട്ടിൽ ചാരത്തിൽ കുഴിച്ചിട്ട് ശരത്തിലെടുത്ത് ഏകാശനമായി, ഏകാശനം പറഞ്ഞാൽ ഒരു നേരം, അഗ്നിബലം ഉപയോഗിക്കുന്നതും അസാധാരണമായ രസായന ഫലത്തെ നൽകുന്നു. ഇത് രസായനമാണ്. ഇപ്പം ഇങ്ങനെയൊരു സാധനം ഉണ്ടാക്കിയിട്ട് നെയ്ക്കലത്തിൽ നമ്മൾ ടൈറ്റാക്കി കെട്ടി റെഡിയാക്കി ചാരത്തിൽ കുഴിച്ചിട്ട് ശരത്തിൽ എടുത്ത് 6 മാസം ചാരത്തിൽ കുഴിച്ചിടും. എന്നിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് പ്രോസസ്സിങ് ഒക്കെ കുറേ സംഗതികളുണ്ട്.
നിത്യം ഭക്ഷണത്തോടൊപ്പം ആദ്യ മധ്യാന്ത അവസാനങ്ങളിൽ ഓരോ നെല്ലിക്ക തിന്നുന്നത് നന്നത്രേ. അതും രസായനമാണ്. രാവിലെ ഒരു നെല്ലിക്ക, ഉച്ചയ്ക്ക് ഒരു നെല്ലിക്ക, വൈകുന്നേരം ഭക്ഷണത്തിൻ്റെ ഇവിടെ നെല്ലിക്ക. നെല്ലിക്ക ഇരട്ടി മധുരമോ തുകാക്ഷീരിയോ എന്ന് പറഞ്ഞാൽ കുവനൂറ്, തിപ്പലിയോ ഇന്ദുപ്പോ സ്വർണമോ ഇരുമ്പോ വെള്ളിയോ വയമ്പോ തേനും നെയ്യും കൂട്ടിയതോ വിഴാലരിയും തിപ്പലിയും കൂട്ടിയതോ പഞ്ചസാരയോ ചേർത്ത് 1 കൊല്ലം നിത്യം ഉപയോഗിക്കുന്നത് എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കുന്നതും ജരയെ നിവാരണം ചെയ്യുന്നതും ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നതും സ്മൃതിയെയും ബുദ്ധിയെയും നൽകുന്നതും ആകുന്നു. ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞാൽ ഒരു കടുക്കയുടെ പൊടിയും ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് 2 താനിക്കയുടെ പൊടിയും ഭക്ഷണത്തിന് ശേഷം 4 നെല്ലിക്കയുടെ പൊടിയും തേനും നെയ്യും ചേർത്ത് ചാലിച്ച് 1 കൊല്ലം കഴിക്കുന്നത് രോഗവും വാർദ്ധക്യവും കൂടാതെ വളരെ കാലം ജീവിക്കുന്നതിന് സഹായിക്കുന്നു. ഇരുമ്പ് പാത്രങ്ങൾ ഉൾഭാഗം ത്രിഫല അരച്ചത് പൂശി 1 രാവും പകലും കഴിഞ്ഞ് തേൻ ചേർത്ത വെള്ളം പകർന്ന് കലക്കി സേവിക്കുകയും നല്ലവണ്ണം വിശന്നാൽ ധാരാളം നെയ്യ് ചേർത്ത് ആഹാരം കഴിക്കുകയും ചെയ്ത് ശീലിക്കുന്നത് വളരെ കാലം രോഗമന്യേ വാർദ്ധക്യമന്യേ ജീവിക്കുന്നതിന് സഹായിക്കുന്നു. ഇങ്ങനെ കുറേയധികം എന്താ പറയുക, ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പലതരത്തിലുള്ള ഈ മരുന്ന് കൂട്ടുകൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ പലതും, നെല്ലിക്കയൊക്കെ നമുക്കറിയാം ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ കുറേയധികം സംഗതികളുണ്ട്. വളരെ ലളിതമായിട്ട് ഇപ്പോൾ ചവനപ്രാശമൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ പല വീടുകളിലും അത് ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിക്കാറുണ്ട്. അതുപോലെ ഉള്ളിലേഹ്യം സ്ഥിരമായിട്ട് വീടുകളിലൊക്കെ, അതുപോലെ ഈ തെങ്ങിൻ പൂക്കുല ലേഹ്യം, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കേരളീയത്തിലെ ആളുകൾ മിക്കവാറൊക്കെ വീടുകളിൽ ഉണ്ടാക്കിയിട്ട് നിത്യം കഴിക്കുന്ന സാധനങ്ങളായിട്ട്, പ്രസവരക്ഷയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സ്ത്രീകളൊക്കെ കഴിക്കുന്ന സാധനമാണ് ഈ പൂക്കുല ലേഹ്യവും അതുപോലെ ഈ ഉള്ളി ലേഹ്യമൊക്കെ. ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും? അത് വരില്ല എന്ന് മാത്രമല്ല, ആ ബിസ്ക്കറ്റ് ലോകത്തിലെ ഏറ്റവും നല്ല ബിസ്ക്കറ്റായിട്ട് നമ്മൾക്ക് തോന്നും. അതാണ് അജിനോമോട്ടോയുടെ പ്രത്യേകത. അതിൻ്റെ പ്രത്യേകത, വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ചൈനയിൽ നിരോധിച്ചാണ്. ചൈനീസ് സാൾട്ട് എന്ന പേര്, ചൈനക്കാരാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവിടെ അത് നിരോധിച്ചു. കാരണം എന്താ? അത് ചെറുകുടലിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാണെന്ന് അവർ പഠിച്ചു, മനസ്സിലാക്കി. അവരുടെ ന്യൂൺ ഫീഡിങ്ങിൽ കുട്ടികൾക്ക് അത് സ്ഥിരമായിട്ട് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളിലെല്ലാം ചെറുകുടലിൽ ക്യാൻസറുകൾ വന്നു. അത് 1-2 കുട്ടികൾ മരിച്ചു. അതോടുകൂടിയിട്ട് സ്കൂൾ പൂട്ടി. അത് പഠിക്കാനായിക്കൊണ്ടൊരു സമിതിയെ നിയോഗിച്ചു. അവർ കണ്ടെത്തിയതാണ് അജിനോമോട്ടോയാണ് വില്ലൻ. അപ്പോൾ അത് അവർ പറഞ്ഞാൽ ഉടനെ മനസ്സിലാക്കി, അവർക്ക് പ്രശ്നം മനസ്സിലായി, നിരോധിച്ചു. അത് രാജ്യത്ത് ആ സാധനം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഉണ്ടാക്കുന്ന കമ്പനികൾ പ്രശ്നമായി. ഞങ്ങളിനി എന്ത് ചെയ്യും? അതിനല്ലേ ഇന്ത്യ. പൊക്കോ, ഇന്ത്യയിലേക്ക് പൊക്കോ, അവിടെ എന്ത് ചവറും നിങ്ങൾക്ക് വെക്കാം. എല്ലാ ആളുകളും അത് വാങ്ങിക്കും, ഉപയോഗിക്കും. അവരുടെ ചെറുകുടലിൽ പോയാൽ നമുക്ക് എന്ത് പ്രശ്നം? അപ്പം അങ്ങനെ പല കമ്പനികളും നമ്മുടെ നാട്ടിൽ വന്നിട്ട് കെണ്ടക്കി അല്ലേ, അങ്ങനെ സാധനമല്ലേ, ഇങ്ങനെയുള്ള പല സാധനങ്ങളും നമ്മളെ കൊണ്ട് തീറ്റിക്കുക. ഇതെന്തോ വിശിഷ്ടമായ സാധനമാണെന്നും പറഞ്ഞിട്ടാണ് നമ്മളെ തീറ്റിക്കുന്നത്. നമ്മളാണെങ്കിൽ അത് തിന്നാൻ ഒരു പ്രയാസമില്ലാണ്ട് നമ്മൾ, അതാണ് ആധുനികൻ്റെ ഒരു പ്രശ്നം. അവന് നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ എന്തില്ല, വിവരമില്ല. അവൻ എന്തും ചവറ് പോലെ അങ്ങ് കഴിക്കും. ഇത് അവൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നതാണെന്ന് മനസ്സിലായാലും അവനത് കഴിക്കും. അതാണ് അവൻ അഡിക്ഷൻ ഉള്ള ഒരു സംഗതിയാണ്. ബ്രെയിനിൽ കുറേ മാറ്റങ്ങൾ വരും. അതോടുകൂടി അവൻ്റെ കാര്യം കട്ടപ്പോവാം. ഇതാണ് അവസ്ഥ. അപ്പോൾ അതിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭാരതീയരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ എന്തൊക്കെയാണ് അതിനകത്തുള്ള സംഗതി? ആയുർവേദത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ? നമുക്ക് മനസ്സിലാക്കാം. ആയുർവേദ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സംഗതി ഞാനിവിടെ വായിക്കാം. രസായന വാജീകരണ ചികിത്സകൾ, അതാണ് പുസ്തകത്തിൻ്റെ പേര്. വൈദ്യഭൂഷണം കെ രാഘവൻ തിരുമുൽപ്പാടിൻ്റെ പുസ്തകമാണ്. ആര്യവൈദ്യശാല കോട്ടക്കലിൻ്റെ പ്രസിദ്ധീകരണമാണ്. ഒരു പഠിക്കാനുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ അത് ഞാനൊരു 10-20 വർഷം മുമ്പ് ഇത് വാങ്ങിക്കുകയും അത് വിശദമായിട്ട് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. രസായന ചികിത്സ എന്ന് കണ്ടപ്പോൾ ഞാനത്
അത്ഭുതത്തോടെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണോ നോക്കാൻ വേണ്ടിയാണ് അത് വാങ്ങിച്ചത്. അപ്പോൾ അതിനകത്തുള്ള ഒരു സെൻറ്റൻസ് ഞാൻ വായിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി എന്തുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അത് ചിലപ്പോൾ ഉപകരിക്കും എന്നുള്ളതുകൊണ്ടാണത്. അതിനകത്ത് പറയുന്നുണ്ട്, ശാരീരികങ്ങളായ എല്ലാ ദോഷങ്ങളും കോപിക്കുന്നത് ഗ്രാമ്യങ്ങളായ ആഹാരവിഹാരങ്ങൾ കൊണ്ടാണ്. പ്രകൃതിക്ക് യോജിക്കാത്ത പരിഷ്കൃതങ്ങളായ സമ്പ്രദായങ്ങളെ മൊത്തത്തിൽ ഗ്രാമ്യങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഗ്രാമ്യങ്ങൾ പറഞ്ഞാൽ മോഡേൺ സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ എല്ലാം ഗ്രാമ്യങ്ങൾ. അപ്പൊ അത് കഴിച്ചാൽ എന്ത് സംഭവിക്കുന്നു പറയുന്നു. അത് ഒട്ടും നല്ലതല്ല എന്നാണ്. പുളി, ഉപ്പ്, എരിവ്, ക്ഷാരം എന്നീ രസങ്ങൾ അധികം ഉണ്ടായിരിക്കുന്നവയും ശുഷ്കശാകം, ഉഴുന്ന്, എള്ള്, മാംസം, തൈര്, വെപ്പ് കാടി, ചിത്തപ്പുളി എന്നിവയ്ക്ക് പ്രാധാന്യമുള്ളതും അരച്ചുണ്ടാക്കി പാചകം ചെയ്തവയും മുളപ്പിച്ച ധാന്യങ്ങൾ, കൊയ്തെടുത്ത ഉടനെയുള്ള ധാന്യങ്ങൾ എന്നിവ കൊണ്ടുള്ളവയും സംയോഗം കൊണ്ടും സംസ്കാരം കൊണ്ടും മറ്റും വിരുദ്ധങ്ങളും പരിമിതമല്ലാത്തവയും രൂക്ഷതയുള്ളവയും കഫത്തെയും മറ്റും ഇളക്കി വിടുന്നവയും ഗുരുത്വമേറിയവയും നുലഞ്ഞവയും നാറിപ്പഴകിയവയും മറ്റുമായ ആഹാരങ്ങൾ നിത്യം കഴിക്കുകയും വിഷമാശനം അകാലത്തോ അമിതമായോ കഴിക്കുന്നത്, അധ്യശനം ഒരിക്കൽ കഴിച്ചത് ദഹിച്ച് വീണ്ടും ഭക്ഷണത്തിൻ്റെ ആവശ്യം വരുന്നതിനെ സൂചിപ്പിക്കുന്ന വിശപ്പുണ്ടാകുന്നതിന് മുമ്പ് പിന്നെയും ഭക്ഷിക്കുന്നത് എന്നിവ ശീലമാക്കുകയും പകലുറക്കം, മദ്യപാനം, സ്ത്രീസംഗം എന്നിവ അമിതമായിരിക്കുകയും ശരീരത്തിന് ക്ഷോഭമുണ്ടാക്കുന്ന രീതിയിൽ അധികമായോ വിഷമമായോ വ്യായാമത്തെ ശീലിക്കുകയും ഭയം, ക്രോധം, ശോകം, ലോഭം, മോഹം, ക്ലേശം എന്നിവ അധികമായിരിക്കുകയും ചെയ്യുന്നവർക്ക് അതുകൊണ്ട് മാംസം ശിഥിലമായി, സന്ധികൾ അയഞ്ഞ്, രക്തം ദുഷിച്ച്, മേധസ് ചയിച്ച് ഇളകി, അസ്ഥികളിൽ മജ്ജരൂപം പ്രാപിക്കാതെ, ശുക്ലം പരിണമിക്കാതെ, ഓജസ് ക്ഷയിച്ച് തളർന്ന് കുഴഞ്ഞ് ഉറക്കവും മടിയും വയ്യായികയും കൂടി ഉത്സാഹമില്ലാതെ കിതച്ച് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ എന്തെങ്കിലും വേണ്ടത് പ്രവർത്തിക്കുവാൻ കഴിയാതെ, ഓർമ്മയും ധാരണാശക്തിയും കുറഞ്ഞ് തേജസ്സറ്റ് രോഗങ്ങൾക്ക് കൂടായിത്തീർന്ന് നിയതമായ ആയുസ്സിനെ തന്നെ അനുഭവിക്കാതാകുന്നു. ഈ ദോഷങ്ങളെ അറിഞ്ഞ് അഹിതങ്ങളായ ആഹാരവിഹാരങ്ങളെ ഉപേക്ഷിച്ച് രസായനങ്ങളെ ഉപയോഗിക്കണം. എന്നാൽ വീണ്ടും ആരോഗ്യത്തെ അനുഭവിക്കാമെന്ന് പറഞ്ഞ് ഭഗവാൻ പുനർവസു ആത്രേയൻ ഉപദേശിച്ചു തുടങ്ങി. ഇത് ചരകം ചികിത്സിതം അധ്യായം 2 പ്രാണകാമീയം രസായനം ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് നമ്മളിതിനകത്ത് പറയുന്ന സംഗതികൾ, നമുക്ക് യോജിക്കാത്ത ഭക്ഷണ സാധനങ്ങളൊന്നും തന്നെ നമ്മൾ കഴിക്കരുത് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ആധുനികമായ ഒരു സാധനവും നമ്മൾ കഴിക്കരുത്. ആധുനികമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ എന്താണ് കുഴപ്പം വേറൊന്നുമല്ല, നമ്മളുടെ ക്രോണോളജിക്കൽ ലൈഫ് ഏജ് എന്ന് പറയുന്നത്, നമ്മുടെ ശരിക്കും ഏജ് എങ്ങനെയാണ് വരുന്നത്, ഈ 120 വയസ്സ് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും എന്താ പറയുക, കണ്ണിൽ കാണാത്ത ലെവൽ, അത്രയും വളരെ മൈന്യൂട്ടായിട്ടുള്ള ലെവലിലാണ് നമ്മൾ ജനനം കൊള്ളുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സൈഗോട്ട് എന്നുള്ള അവസ്ഥയിൽ ഒരു ഭ്രൂണമായിട്ട് നമ്മൾ വരുന്നു, അമ്മയുടെ ഗർഭപാത്രത്തിൽ വരുന്നു, വളരെ 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 മൈന്യൂട്ടായിട്ടാണ്. ആ ഒരൊറ്റ കോശം വിഘടിച്ച് പലതായി, 2 കോശമായി, 2 4ആയി, 4 8ആയി, 16ആയി, 32ആയി, 60 അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഓരോ കോശ വിഭജനങ്ങളാണ് വരുന്നത്. ഇത്ര കോശ വിഭജനം കഴിയുമ്പോഴാണ് കുഞ്ഞ് പ്രസവിക്കുക. അത് കഴിഞ്ഞ് ഇത്ര സമയങ്ങളിൽ ഇന്ന കോശ വിഭജനം നടക്കണമെന്നുണ്ട്.
കുറച്ച് കഴിയുമ്പോൾ വിഭജനം വേറൊരു രീതിയിലാണ്. വളർച്ചയുടെ പരിണാമ ദശയിൽ ഒരു പ്രത്യേകത 2-4 തന്നെ ആവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരു യൂത്തിൻ്റെ വളർച്ചയുടെ ഏകദേശം ആ കാലഘട്ടം നിന്നു കഴിഞ്ഞാൽ ഒരു കോശം 2ആയി വിഭജിക്കുമെങ്കിലും അതിൽ ഒരു കോശം മാത്രമേ വീണ്ടും വിഭജിക്കുള്ളൂ, മറ്റേത് നശിച്ചു പോകും. അപ്പം അങ്ങനെ ഒരു സ്റ്റേജ് കൂടെ വരും. ഇങ്ങനെ പതുക്കെ പതുക്കെ കോശ വിഭജനങ്ങളാണ് നമ്മളെ എത്ര ആയുസ് എന്ന് തീരുമാനിക്കുന്നത്. കോശ വിഭജനം സ്ലോ ആക്കാനുള്ള മെത്തേഡുകൾ ധാരാളമായിട്ടുണ്ട്. പഴയ പുസ്തകങ്ങളിൽ, പ്രത്യേകിച്ച് ആയുർവേദവുമായി ബന്ധപ്പെട്ടുള്ള രസായന ചികിത്സകളിലൊക്കെ തന്നെ, കുടിപ്രവേശിക്കുകയും രസായന ചികിത്സയും അതിലൊക്കെ ഇത്തരം നമ്മളുടെ കോശത്തിൻ്റെ ആയുസ്സിനെ അല്ലെങ്കിൽ അതിൻ്റെ യൂത്തിനെ നിലനിർത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള പല ഭക്ഷണ സാധനങ്ങളും പല രീതികളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ, അന്നത്തെ കാലത്തെ ആളുകളൊക്കെ വീട്ടിൽ അവരിത് ഉണ്ടാക്കുമായിരുന്നു. രസായനങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുമായിരുന്നു. അത്തരം രസായനങ്ങൾ അവർ വീട്ടിൽ ഉണ്ടാക്കുകയും ഉപയോഗിക്കുകയും എല്ലാവർക്കും 35 വയസ്സിലോ ആ സമയത്ത് തന്നെ കൊടുത്തു തുടങ്ങും. അവർ കഴിച്ചുകൊണ്ടിരിക്കും. അതൊരു സാധാരണ രീതിയിലുള്ള സംവിധാനമായിട്ടാണ് പോകുന്നത്. അത് നിത്യേന കഴിക്കുന്ന സമയത്ത് അവരുടെ കോശ വിഭജനം വളരെ സ്ലോ ആവുകയും സാധാരണ എത്രയാണോ വേണ്ടത് അത് മാത്രമേ നടക്കുള്ളൂ. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ 120 വയസ്സിന് മേലെ കൃത്യമായിട്ട് എത്തും. അങ്ങനെയാണ് നമുക്ക് 120 വയസ്സിൽ പഴയ ആളുകളൊക്കെ എത്തിയത്. ആ സൂത്രങ്ങൾ വീണ്ടും നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് അതിനനുസരിച്ച് നമുക്ക് പോകാൻ സാധിക്കും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ബ്ലൂ സോൺസിൽ പറഞ്ഞ പോലുള്ള പല സംഗതികൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഈ ആയുർവേദം അവർക്കില്ലല്ലോ. നമുക്ക് ആയുർവേദവും ഉണ്ട്. നമുക്ക് അവരുടെ എല്ലാ സംഗതികളും നമുക്ക് വേണമെങ്കിൽ നമ്മൾക്ക് ഇവിടെ കൊണ്ടുവരാനായിക്കൊണ്ട് സാധിക്കും. ഒപ്പം തന്നെ ആയുർവേദത്തിൻ്റെ സൂത്രങ്ങളും നമുക്ക് ഉപയോഗിക്കാനായിക്കൊണ്ട് സാധിക്കും. ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ നമുക്കും അതുപോലെ ആയുസ് നിലനിർത്താനും ഓജസ് നിലനിർത്താനും, ഓജസ് എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യം, മീൻസ് കാഴ്ച കാണാനുള്ള ആ ഒരു സംഗതി, അതുപോലെ കേൾവി ശക്തി നന്നായിട്ട് കേൾക്കാനും മണക്കാനും അതുപോലെ സ്പർശിച്ചറിയാനും രുചി അറിയാനുമുള്ള മൊത്തം നമ്മുടെ ശരീരത്തിൻ്റെ കഴിവുകളാണ്. പഞ്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് സംവേദിക്കാനുള്ള കൃത്യമായ കഴിവ് എത്രയുണ്ടോ അതിനാണ് നമ്മൾ ഓജസ് എന്ന് പറയാം. ഓജസ് ക്ഷയിച്ചു എന്ന് പറഞ്ഞാൽ അതൊക്കെ കുറഞ്ഞു എന്നർത്ഥം. ചെവി കേൾക്കില്ല, അല്ലെങ്കിൽ മണം ശരിക്ക് കിട്ടുന്നില്ല, കണ്ണ് തീരെ കാണുന്നില്ല കേട്ടോ എന്ന് പറയും. അതൊക്കെയാണ് ഓജസ് ക്ഷയിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഓജസ് കൂട്ടിയെടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതാണ് ഒരു സംഗതി. അല്ലെങ്കിൽ കുറേ സംഗതികൾ പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് രസായനങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്ന് പറയാം. 1-2 ഞാൻ പറയാം, അതിനത് വായിക്കാം. ഞാൻ എഴുതിയതൊന്നുമല്ല, ഇതൊക്കെ രാഘവൻ തിരുമുൽപ്പാട് പറഞ്ഞ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ആള് അവർ പല ഭാഗത്തുനിന്നും ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തെഴുതിയതാണ്. അപ്പം അത് ഞാൻ വായിക്കാം. വിഴാലരിപ്പൊടി 64 ഫലം, തിപ്പലിപ്പൊടി 64 ഫലം, കൽക്കണ്ടം 96 ഫലം, തേൻ, എണ്ണ, നെയ്യ് എന്നിവ 128 ഫലം വീതം ചേർത്ത് നെയ്ക്കലത്തിൽ പ്രാവൃട്ടിൽ ചാരത്തിൽ കുഴിച്ചിട്ട് ശരത്തിലെടുത്ത് ഏകാശനമായി, ഏകാശനം പറഞ്ഞാൽ ഒരു നേരം, അഗ്നിബലം ഉപയോഗിക്കുന്നതും അസാധാരണമായ രസായന ഫലത്തെ നൽകുന്നു. ഇത് രസായനമാണ്. ഇപ്പം ഇങ്ങനെയൊരു സാധനം ഉണ്ടാക്കിയിട്ട് നെയ്ക്കലത്തിൽ നമ്മൾ ടൈറ്റാക്കി കെട്ടി റെഡിയാക്കി ചാരത്തിൽ കുഴിച്ചിട്ട് ശരത്തിൽ എടുത്ത് 6 മാസം ചാരത്തിൽ കുഴിച്ചിടും. എന്നിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് പ്രോസസ്സിങ് ഒക്കെ കുറേ സംഗതികളുണ്ട്. നിത്യം ഭക്ഷണത്തോടൊപ്പം ആദ്യ മധ്യാന്ത അവസാനങ്ങളിൽ ഓരോ നെല്ലിക്ക തിന്നുന്നത് നന്നത്രേ. അതും രസായനമാണ്. രാവിലെ ഒരു നെല്ലിക്ക, ഉച്ചയ്ക്ക് ഒരു നെല്ലിക്ക, വൈകുന്നേരം ഭക്ഷണത്തിൻ്റെ ഇവിടെ നെല്ലിക്ക. നെല്ലിക്ക ഇരട്ടി മധുരമോ തുകാക്ഷീരിയോ എന്ന് പറഞ്ഞാൽ കുവനൂറ്, തിപ്പലിയോ ഇന്ദുപ്പോ സ്വർണമോ ഇരുമ്പോ വെള്ളിയോ വയമ്പോ തേനും നെയ്യും കൂട്ടിയതോ വിഴാലരിയും തിപ്പലിയും കൂട്ടിയതോ പഞ്ചസാരയോ ചേർത്ത് 1 കൊല്ലം നിത്യം ഉപയോഗിക്കുന്നത് എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കുന്നതും ജരയെ നിവാരണം ചെയ്യുന്നതും ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നതും സ്മൃതിയെയും ബുദ്ധിയെയും നൽകുന്നതും ആകുന്നു. ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞാൽ ഒരു കടുക്കയുടെ പൊടിയും ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് 2 താനിക്കയുടെ പൊടിയും ഭക്ഷണത്തിന് ശേഷം 4 നെല്ലിക്കയുടെ പൊടിയും തേനും നെയ്യും ചേർത്ത് ചാലിച്ച് 1 കൊല്ലം കഴിക്കുന്നത്
രോഗവും വാർദ്ധക്യവും കൂടാതെ വളരെ കാലം ജീവിക്കുന്നതിന് സഹായിക്കുന്നു. ഇരുമ്പ് പാത്രങ്ങൾ ഉൾഭാഗം ത്രിഫല അരച്ചത് പൂശി ഒരു രാവും പകലും കഴിഞ്ഞ് തേൻ ചേർത്ത വെള്ളം പകർന്ന് കലക്കി സേവിക്കുകയും നല്ലവണ്ണം വിശന്നാൽ ധാരാളം നെയ്യ് ചേർത്ത് ആഹാരം കഴിക്കുകയും ചെയ്തു ശീലിക്കുന്നത് വളരെ കാലം രോഗമന്യേ വാർദ്ധക്യമന്യേ ജീവിക്കുന്നതിന് സഹായിക്കുന്നു. ഇങ്ങനെ കുറേയധികം എന്താ പറയുക, ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പലതരത്തിലുള്ള ഈ മരുന്ന് കൂട്ടുകൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ പലതും, നെല്ലിക്കയൊക്കെ നമുക്കറിയാം ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ കുറേയധികം സംഗതികളുണ്ട്. വളരെ ലളിതമായിട്ട് ഇപ്പം ചവനപ്രാശമൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ പല വീടുകളിലും അത് ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിക്കാറുണ്ട്. അതുപോലെ ഉള്ളിലേഹ്യം സ്ഥിരമായിട്ട് വീടുകളിലൊക്കെ, അതുപോലെ ഈ തെങ്ങിൻ പൂക്കുല ലേഹ്യം, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കേരളീയത്തിലെ ആളുകൾ മിക്കവാറൊക്കെ വീടുകളിൽ ഉണ്ടാക്കിയിട്ട് നിത്യം കഴിക്കുന്ന സാധനങ്ങളായിരുന്നു. പ്രസവരക്ഷയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സ്ത്രീകളൊക്കെ കഴിക്കുന്ന സാധനമാണ് ഈ പൂക്കുല ലേഹ്യവും അതുപോലെ ഈ ഉള്ളി ലേഹ്യമൊക്കെ. ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൽ പലപ്പോഴും പറയുന്നത്, ആയുർവേദം പറയുന്നതെന്ന് വെച്ചാൽ, ആയുർവേദത്തിൽ ഈ എന്താ പറയുക, സ്വസ്ഥവൃത്തം എന്ന സംഗതിയുണ്ട്. നമ്മുടെ ആധുനികമായ നാച്ചുറോപ്പതി അല്ലെങ്കിൽ പ്രകൃതി ചികിത്സ എന്ന് പറയുന്ന അതും, അല്ലെങ്കിൽ പ്രകൃതി ജീവനം എന്ന് പറയുന്നതും ഈ സ്വസ്ഥവൃത്തവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. എങ്ങനെയാണ് നല്ല ആരോഗ്യത്തോടെ ജീവിക്കേണ്ടത് എന്നാണ് അത് കാണിച്ചു തരുന്നത്. അത് നമ്മൾ ശരിക്കും ദയാൽ സാറുടെ കുറേ സംഗതികളാണ്. അത് നമ്മൾ ശരിക്കും അങ്ങോട്ട് അനുകരിച്ച് അതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് വായിക്കാം, നിങ്ങളുടെ അറിവിലേക്കാണ്. താല്പര്യമുള്ളവർക്ക് അത് എഴുതാം, അല്ലെങ്കിൽ അത് കുറിപ്പുകളായി ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ലെവലിൽ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഒന്നാമത് സംഗതി, രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. 4:30 പുലർച്ചെ എഴുന്നേൽക്കുക, അല്പം ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മളിപ്പോൾ മരിച്ചില്ലല്ലോ, ജീവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി പറയുക. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. മനസ്സിലാക്കുക നമ്മൾ എന്താണ് ദൈവം എന്നുള്ളതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തുകൊണ്ടാണിത്? ബ്രഹ്മമുഹൂർത്തമാണ് 4:30 to 5. അപ്പോൾ ആ സമയത്ത് നമ്മൾ എഴുന്നേൽക്കുന്നത് നല്ലതാണ്. നിത്യവൃത്തികൾ കഴിഞ്ഞ് 5 മണിക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ നിത്യസാധനയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചേരാൻ പറ്റും. കുറേ വ്യായാമങ്ങളൊക്കെ ഉണ്ട്. യോഗയുടെ കുറച്ച് ആസനാസ് അല്ല, കുറച്ച് ശ്വസനക്രിയകളാണ്. വളരെ ലളിതമാണ് ചെയ്യാൻ. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം വ്യക്തമായിട്ട് പറയുന്ന സംഗതി, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ശ്വസനക്രിയകളൊക്കെ ഉണ്ട് ധാരാളം. ശംഖുലി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ യോഗയിൽ പറഞ്ഞ ഭ്രമരി. അത് ശരിക്കും പറഞ്ഞാൽ നിത്യം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എന്താ പറയുക, സൂക്ഷ്മമായ ശരീരത്തിന് അത് വളരെ സ്ട്രോങ് ആവുകയും നമ്മുടെ എന്താ പറയുക ഓജസ് കൂടുകയും നമ്മളെ വളരെ യങ്ങായിട്ട് നമുക്ക് മറ്റുള്ളവർ ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ മറ്റുള്ളവരുടെ നോട്ടത്തിൽ നിങ്ങൾക്ക് വളരെ ചെറിയ പ്രായം മാത്രമേ വരുള്ളൂ എന്നുള്ള അവസ്ഥയ്ക്ക് ഏറ്റവും നല്ലത് ഭ്രമരിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ശംഖുലിയാണ്. അപ്പോൾ നിത്യസാധനയിൽ നിങ്ങൾ വരികയാണെങ്കിൽ എന്താണ് ശംഖുലി എന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പഠിച്ച് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, നിങ്ങളുടെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിൽ സംഭവിക്കും. നിങ്ങളുടെ രോഗങ്ങൾ പതുക്കെ പയ്യെ അത് ഇല്ലാണ്ടാവുകയും നിങ്ങൾ നല്ല ആരോഗ്യമുള്ള ആളുകളായിട്ട് മാറുകയും ചെയ്യും. മാത്രമല്ല, അത് ഭ്രമരി സ്ഥിരമായിട്ട് ചെയ്യണമെങ്കിൽ മനസ്സിനെ അത് ശുദ്ധീകരിക്കുകയും ചെയ്യും. മനസ്സിനകത്തുള്ള ടെൻഷൻസ് അങ്ങനെയുള്ള സംഗതികളൊക്കെ തന്നെ പോകും, അപ്രത്യക്ഷമാകും. യോഗാസനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, നടക്കാം, ശാരീരികമായി വ്യായാമം ലഭിക്കുന്ന ഒരുപാട് പണികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതിനൊന്നും മടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഒന്ന് വേർക്കേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് ഞാൻ എഴുതിയിട്ടുള്ളത് പല്ലുതേപ്പാണ്. ബ്രഷൊക്കെ നിങ്ങൾ ഉപയോഗിക്കാം, പക്ഷെ ഞാനിപ്പോഴും ഉമിക്കരിയാണ് ഉപയോഗിക്കുന്നത്. എത്രയോ കാലങ്ങളായി ഉമിക്കരിയാണ്. പരിഷ്കാരങ്ങൾ നമുക്ക് വേണം. ആവശ്യത്തിനുള്ള പരിഷ്കാരങ്ങളുണ്ട്. ബ്രഷ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് ഉപയോഗിച്ചത് ഒരു വേപ്പിൻ്റെ തണ്ട് ബ്രഷ് പോലെ ആക്കിയിട്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പം നമ്മൾ ബ്രഷ് ഉപയോഗിക്കുന്നുണ്ട്.
ഉമിക്കരിയും ബ്രഷും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ഉമിക്കരി വേണ്ട നിൽക്കും. അപ്പോൾ അതൊരു വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. കാരണം നമ്മുടെ പല്ല് എന്തുകൊണ്ട് തേയുന്നു അല്ലെങ്കിൽ പ്രശ്നമാകുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ പേസ്റ്റിനകത്ത് എന്തൊക്കെയാണ് കെമിക്കൽസ് ആഡ് ചെയ്യുന്നത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ നമ്മുടെ അകത്തേക്ക് വിടുന്നുണ്ട്. പഞ്ചസാര ധാരാളമായിട്ടുണ്ട്. കുട്ടികളൊക്കെ അതിന് കൂടെ അത് കഴിക്കുകയും ചെയ്യും. നമുക്കറിയില്ല അവർ കഴിച്ചോ ഇല്ലെന്ന്, പക്ഷെ അത് അകത്ത് ചെല്ലും. അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചില പ്രശ്നങ്ങളൊക്കെ മാരകമായ പ്രശ്നങ്ങളാണ്. പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ചില ടൂത്ത് പേസ്റ്റിലൊക്കെ ചില കെമിക്കൽസ് ചേർത്തിട്ട് ആ കെമിക്കൽസ് ഉപയോഗിച്ച് നമ്മുടെ എല്ലും പല്ലും ഒക്കെ ദ്രവിപ്പിക്കുന്ന ചില അസുഖങ്ങൾ വരാനുള്ള എല്ലാ സാധ്യതയുള്ള സാധനം. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാം. പൽപ്പൊടിയും വേണ്ട. പൽപ്പൊടി പലപ്പോഴും നമുക്ക് കൃത്യമായ അതിനുള്ള എന്താണ് അകത്തുള്ള ചേരുവ എന്നുള്ളത് നമുക്ക് അറിയില്ല. ഈ അടുത്ത കാലത്ത് നമ്മളൊരു പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് കണ്ടത് ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഫുഡ് ഇൻഡസ്ട്രിയുടെ വേസ്റ്റുകളുണ്ട്. അതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് ഹ്യൂമൻ നമ്മളുടെ ആരോഗ്യത്തിന് ക്ഷയിപ്പിക്കുന്ന ഒരുപാട് സാധനങ്ങളുടെ വേസ്റ്റുകളുണ്ട്. ഈ വേസ്റ്റുകൾ എവിടെ കൊണ്ട് കളയും ഒരു വലിയ പ്രശ്നമാണ്. കെമിക്കൽ വേസ്റ്റും ഉണ്ട്. ഇതൊക്കെ എവിടെ കൊണ്ട് കളയും? ഇത് കളയാനൊരു സ്ഥലമില്ല. എവിടെയും കൊണ്ട് റോഡ് സൈഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇൻസിനറേറ്റർ ഇട്ട് കത്തിച്ചാലും പ്രശ്നമാണ്. അപ്പോൾ അവിടെയും പ്രശ്നമാണ്. അപ്പോൾ ഈസിയസ്റ്റ് മെത്തേഡ് ഈ പൽപ്പൊടി ഉണ്ടാക്കുന്ന ഫാക്ടറിയിലേക്ക് അയക്കും. അവരത് പൽപ്പൊടിയുടെ കൂടെ അങ്ങ് മിക്സ് ചെയ്ത്, അതിന് റേഷ്യോ ഒക്കെ ഉണ്ട്, അവരുടെ കെമിസ്റ്റുകളൊക്കെ ഉണ്ട്, അതനുസരിച്ച് മിക്സ് ചെയ്ത് തരും. അപ്പോൾ അവിടെ ഇവിടെയും കൊണ്ടിട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പക്ഷെ നിങ്ങളുടെ വായിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അത് നിങ്ങൾ തുപ്പിക്കളയും, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങളറിയില്ല, ഇതുകൊണ്ടാണെന്ന് നിങ്ങൾ ഒരിക്കലും അറിയില്ല, മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യും? എന്തോ എനിക്ക് അറിയില്ല, എനിക്ക് അസുഖം വന്നു, ഡോക്ടറെ ഏതോ എന്താണ് വിഷയം എന്നുള്ളത് ഡോക്ടറെ അടുത്ത് പോയി ചോദിക്കും, അതേ ഉള്ളൂ. അപ്പോൾ എന്തിനാണ് അത്തരം സാധനങ്ങൾ? നമുക്ക് അറിയില്ലാത്ത സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കണം. നമുക്ക് അറിയാം പല്ല് എങ്ങനെയാണ് തേക്കേണ്ടത്, നമുക്കറിയാം. പഴയ കാലത്ത് ആളുകൾ മാവിൻ്റെ ഇല ഉപയോഗിച്ചാണ് പല്ല് തേച്ചത്. അവരുടെ പല്ലൊക്കെ കവിടി പോലെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. 90 വയസ്സായാലും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വലിയച്ഛൻ 96 വയസ്സ് കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. അന്നും അദ്ദേഹത്തിൻ്റെ പല്ലുകളൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഉള്ള പല്ല് എന്തുകൊണ്ട് കിട്ടി? അവർ ഉമിക്കരിയ ഉപയോഗിച്ചിരുന്നു, അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് എന്തുകൊണ്ട് അത് ഉപയോഗിച്ചുകൂടാ? അപ്പം അതാണ് ഞാനൊരു ചിന്ത എഴുതുന്നത്. മാത്രമല്ല, ആഴ്ചയിൽ ഒരു ദിവസം വെളിച്ചെണ്ണ കൊണ്ട് ഓയിൽ പുള്ളിങ് ചെയ്യുക, അതൊരു വലിയൊരു സംഗതിയാണ്. അധികം ആരും ചെയ്യാത്തൊരു സംഗതിയാണ്. ഓയിൽ പുള്ളിങ് നിങ്ങളുടെ വായ്ക്കകത്തുള്ള അല്ലെങ്കിൽ മോണകൾക്കുള്ള രക്ത ഓട്ടം വളരെയധികം ഗുണകരമാക്കി മാറ്റുന്നത്. മാത്രമല്ല, മോണയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേറെയും ചില പണിയാണ്. വൈകുന്നേരം ഭക്ഷണം കഴിഞ്ഞ ശേഷം വായിൽ വെള്ളം ഒഴിച്ച ശേഷം മോണ വിരലുകൊണ്ട് നന്നായിട്ട് തടവുക. കുറച്ച് നേരം, അല്പനേരം മോണ എല്ലാ ഭാഗത്തും ഒന്ന് വിരലുകൊണ്ട് തടവി കഴിഞ്ഞാൽ അവിടെയും സംഭവിക്കുന്നത് രക്ത ഓട്ടം മോണയിൽ വളരെ ഗംഭീരമാകും. അതുകൊണ്ട് എന്താണ് ഗുണം? എന്തുകൊണ്ട് പല്ല് രോഗങ്ങൾ വരുന്നത്? പല്ല് രോഗം വന്ന് പല്ലൊക്കെ ഓട്ടപ്പല്ലും കട്ടപ്പല്ലൊക്കെ പോകുന്നത് ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അകത്ത് കിടന്നിട്ടൊന്നുമല്ല. ഇനി അങ്ങനെ ഒരു ചിന്ത വേണ്ട. അത് അവിടെ വെക്കുന്നത് നല്ലതല്ല, അതെല്ലാം വായൊക്കെ കഴുകി കളയേണ്ടത് ആവശ്യമാണ്. പക്ഷെ ബ്രഷൊക്കെ ചെയ്തോളൂ, അതല്ല. അതുകൊണ്ടല്ല പല്ല് പ്രശ്നം ഉണ്ടാകുന്നത്. പല്ല് പ്രശ്നം ഉണ്ടാകുന്ന അസിഡിറ്റി ഉണ്ടാകും. അസിഡിറ്റി നമുക്ക് വളരെ കാര്യമായിട്ട് വരുന്ന സമയത്ത് അസിഡിറ്റി കറക്റ്റാക്കാൻ വേണ്ടി ശരീരം ചെയ്യുന്ന കുറേ ടെക്നിക്കുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്കാണ് കാൽസ്യത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് അതിനെ ന്യൂട്രലാക്കാനായി കൊണ്ട് ശ്രമിക്കുക. കാൽസ്യം എവിടെയാണ്? പ്രത്യേകിച്ച് പല്ലിലും എല്ലിലുമാണ് കാൽസ്യം കൂടുതൽ. അപ്പം പല്ല് ഉപയോഗിക്കും. പല്ലിനകത്തുള്ള കാൽസ്യം എല്ലാം എടുത്തിട്ട് ഇതുപോലുള്ള ന്യൂട്രലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ pH ലെവൽ 7.35ക്കും 45ക്കും ഇടയിലായിരിക്കണം. അത് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം എടുക്കുന്നതാണ് ഈ കാൽസ്യം. അങ്ങനെ ഉള്ളിൽ നിന്ന് എടുത്ത് അവസാനം ആ പല്ല് കേടുവന്ന് പോകും. ആദ്യം പല്ലിൽ നിന്ന് എടുക്കുള്ളൂ, പല്ലൊക്കെ ഏകദേശം ആയ ശേഷം പിന്നെ എല്ലിൽ നിന്ന് എടുക്കുള്ളൂ. അത് കഴിഞ്ഞ് മാംസപേശികളിൽ നിന്ന് എടുക്കും. അങ്ങനെ മാംസപേശികളിൽ നിന്ന് എടുക്കുമ്പോൾ നട്ടെല്ലിലെ കശേരുക്കളുടെ ഉള്ളിലുള്ള മാംസപേശികളിൽ നിന്ന് എടുക്കുമ്പോഴാണ് പലപ്പോഴും സ്പോണ്ടിലൈറ്റിസ് ഒക്കെ വരുന്നത്. അതുപോലെ പല അസുഖങ്ങളും പ്രധാനപ്പെട്ട കാരണം അസിഡിറ്റിയാണ്. അപ്പം അത് കറക്റ്റാക്കാനായിക്കൊണ്ട് ദയാൽ സാറ് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. അതാണ് കുക്കുംബറിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. കുക്കുംബർ തോലൊക്കെ ചെത്തി കളഞ്ഞ്
നല്ല പോലെ അരച്ച് അതിനെ ജ്യൂസാക്കി എടുത്ത് അതിൻ്റെ ആ വെള്ളം മാത്രം അത് നമ്മൾ കഴിക്കണം, നിത്യം കഴിക്കണം. നിത്യം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അസിഡിറ്റി പറഞ്ഞ സാധനം വരില്ല. വന്ന അസിഡിറ്റി നമുക്ക് ഈസി ആയിട്ട് മാറ്റാനായി കൊണ്ട് സാധിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട പ്രോസസ്സാണ്, അല്ലാതെ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഞാനത് ചെയ്തു എന്ന് പറയുന്നതല്ല. സ്ഥിരമായിട്ട് ചെയ്യണം, അപ്പം നിങ്ങൾക്ക് ഒരിക്കലും അസിഡിറ്റി വരില്ല. pH, നമ്മുടെ pH 7.35ക്കും 4.5ക്കും ഇടയിൽ കൃത്യമായിട്ട് നിലനിൽക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു രോഗങ്ങളെയും നമ്മളെ അകത്ത് പിടിപെടാനുള്ള സാധ്യതയില്ല. മാത്രമല്ല നമ്മുടെ അന്നകൂല്യ വ്യവസ്ഥ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ അകത്തുള്ള മൈക്രോബയോട്ട ഈ ഒരു pH ലെവലിൽ മാക്സിമം അധികരിക്കാനായിക്കൊണ്ട് എപ്പോഴും ശ്രമിക്കും. അങ്ങനെ കുറേ റീസൺസ് ഉണ്ട് ഈ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ ആരോഗ്യ സ്ഥിതി വളരെ നമുക്ക് കൂട്ടാനായിക്കൊണ്ട് സാധിക്കും. ഇത് രണ്ടാമത്തെ കാര്യം. ഞാൻ പല്ല് തേപ്പിനെ കുറിച്ചാണ് പറഞ്ഞു. 3, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഓയിൽ ബാത്ത് ചെയ്യണം. അഭ്യംഗം ആയുർവേദത്തിൽ പറയും. അത് ദീർഘായുസ് തരുന്നതാണ് ആയുർവേദത്തിൽ പറയുന്നത്. അഭ്യംഗം ചെയ്തു കഴിഞ്ഞാൽ നിത്യേന ചെയ്യേണ്ട ആവശ്യമില്ല, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. നിത്യേന ചെയ്താൽ നല്ല തന്നെ, അല്ലെങ്കിലും കുഴപ്പമില്ല, ആഴ്ചയിൽ 2 ദിവസം ചെയ്താണ്. സ്കിന്നിൽ കുറേ പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർക്ക് നാൽപ്പാമര തൈലം ഉപയോഗിക്കാം. ആഴ്ചയിൽ 2 പ്രാവശ്യം നാൽപ്പാമര തൈലം ഉപയോഗിച്ച് അഭ്യംഗം ചെയ്യാം. അങ്ങനെ ആവുന്ന സമയത്ത് ആ സ്കിന്നിനെ കറക്റ്റാക്കി എടുക്കാനായിക്കൊണ്ട് അവർക്ക് സാധിക്കും. അല്ലാത്തവർക്ക് നല്ലെണ്ണ, വെളിച്ചെണ്ണ, നമ്മുടെ നാട്ടിൽ എണ്ണ എന്ന് പറഞ്ഞാൽ നല്ലെണ്ണയാണ്, എള്ളെണ്ണയാണ്. അല്ലാത്തതൊക്കെ നമ്മൾ ആയുർവേദത്തിൽ പറയാം, അതിൻ്റെ പേര് പറയും. വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാം. ഏറ്റവും നല്ല വെളിച്ചെണ്ണയാണ് നമുക്കുള്ള സാധനം. പക്ഷെ നല്ലെണ്ണയാണ് ഇതിന് അഭ്യംഗത്തിന് നല്ലത്. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ സ്കിന്ന് വളരെ പെർഫെക്റ്റ് ആവുകയും സ്കിന്നിനനുസരിച്ചിട്ട് നമ്മുടെ ബ്രെയിൻ കറക്റ്റാവും, ലങ്സ് കറക്റ്റാവും. ഇതൊക്കെ അത് റിലേറ്റഡ് ആയിട്ട് സംഗതിയാണ്. ബ്രെയിന്, ലങ്സ്, സ്കിന്ന് ഒക്കെ ഒരേ ലെവലിലുള്ള ഭാഗങ്ങളാണ്. ഒരു ഭാഗം കറക്റ്റാക്കി കഴിഞ്ഞാൽ മറ്റേ ഭാഗം ഓട്ടോമാറ്റിക്കലി കറക്റ്റാവും എന്ന് പറയാം. അപ്പോൾ അതാണ് മറ്റൊരു സംഗതി. ഇനി മറ്റൊന്ന്, ഡെയിലി കുക്കുംബർ ജ്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞു 7 മണിക്ക്, രാവിലെ നേരത്തെ 7 മണിക്ക് എല്ലാ ദിവസവും അത് കഴിക്കണം. അതിൽ വേണമെങ്കിൽ 20% ഫ്രൂട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇലകൾ. ഇപ്പോൾ വില്ലും വേണമെങ്കിൽ, അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വില്ലും ഒരു 4 ഇല ഇടാം, തഴുതാമ ഇല വേണമെങ്കിൽ കുറച്ചെണ്ണം ഇടാം, കറുക ഇല വേണമെങ്കിൽ ഇടാം. അതുപോലെ ചെറുളയുടെ ഇല, മൂത്രം നന്നായിട്ട് പുറത്ത് കളയാൻ സഹായിക്കുന്നതാണ് ചെറുളയുടെ ഇല, അതിടാം. അങ്ങനെ ചില ഔഷധ സസ്യങ്ങളുടെ ഇലകളൊക്കെ വേണമെങ്കിൽ അതിനകത്ത് ഇടാം. അതൊക്കെ നമുക്ക് ഗുണം ചെയ്യും. എന്തായാലും കുക്കുംബർ ജ്യൂസ് അതിനകത്ത് യാതൊരു മാറ്റവും വരുത്തേണ്ട. അതെല്ലാ ദിവസവും രാവിലെ 7 മണിക്കും വൈകുന്നേരവും അത് കഴിക്കാനായിക്കൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം. മറ്റൊന്ന്, രാവിലെ പ്രാതൽ 9 മണിക്കാണ് കഴിക്കുന്നതെങ്കിൽ അതിൽ ഫ്രൂട്ട്സ്, നട്ട്സ്, മില്ലറ്റ്സ്, സാലഡ്സ്, നാളികേരം ധാരാളം, അവക്കാഡോ, മാക്സിമം വെറൈറ്റീസ്, കുറേ അധികം വെറൈറ്റീസ് കഴിക്കാൻ ശ്രമിക്കുക. നമുക്ക് എപ്പോഴും നമ്മൾ പുട്ട്, പഴം അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 ഐറ്റംസ് മാത്രമേ ഉണ്ടാവും. ഇത് വെറൈറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രീഷൻസ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതേസമയം വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പലതരത്തിലുള്ള ന്യൂട്രീഷ്യൻസും നമുക്ക് ലഭിക്കും. ABCDEK ഇത്രയും നമുക്ക് വൈറ്റമിൻസ് നമുക്ക് ആവശ്യമുണ്ട്. ശരീരത്തിൻ്റെ തേജസ്സിനും ഓജസ്സിനും നല്ല ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ, അതിൻ്റെ നമ്മുടെ ദഹന പ്രക്രിയകൾ കറക്റ്റാക്കണമെങ്കിൽ ഇതിനൊക്കെ ഒരുപാട് ഈ സംഗതി വൈറ്റമിൻസിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ സൂക്ഷ്മ മൂലകങ്ങൾ ധാരാളം നമുക്ക് ആവശ്യമുണ്ട്. ഇതെല്ലാം ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നാണ്, കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് കുടിക്കുന്ന വെള്ളത്തിൽ നിന്നും ജ്യൂസ് നിന്നൊക്കെയാണ്. അപ്പോൾ അത്തരം സാധനങ്ങളിൽ വൈവിധ്യം നമ്മൾ പുലർത്തേണ്ടതുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. പ്രാതലിലൊക്കെ വളരെ നല്ല ഭക്ഷണം കഴിക്കാൻ നല്ലതാണ്. ഇനി വേറൊരു സംഗതി, നമ്മൾ മറ്റേ ഇതിൽ ബ്ലൂ സോൺസിൽ കണ്ടു, സ്നാക്സ് നമ്മൾ കഴിക്കാറില്ല അവിടെ ആരും. ഇടയ്ക്കുള്ള കുറയ്ക്കലോ അല്ലെങ്കിൽ കപ്പലണ്ടി കുറച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഡു കഴിച്ചു. ഓഫീസിൽ പോയപ്പോഴാണ് ഒരാളുടെ പിറന്നാളിന് ചിലവ് വേണമെന്ന് പറഞ്ഞു, കേക്കിൻ്റെ കഷ്ണം കിട്ടി. അപ്പോൾ തന്നെ അത് കഴിച്ചു. നിങ്ങൾ അതെല്ലാം വാങ്ങിച്ചോളൂ, എന്താണ് കിട്ടിയതൊക്കെ വാങ്ങിച്ചോളൂ. ആധുനിക സാധനങ്ങളല്ലാത്ത സാധനങ്ങൾ നിങ്ങൾ വാങ്ങിച്ച ശേഷം നിങ്ങളുടെ ബാഗിനകത്ത് വയ്ക്കുക. ഭക്ഷണം എപ്പോഴാണോ കഴിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ അത് കഴിക്കാം, വലിയ പ്രയാസം ഉണ്ടാക്കില്ല. പക്ഷെ നിങ്ങൾ ഇടയിലാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ, രാവിലെ നിങ്ങൾ 9 മണിക്ക് ഭക്ഷണം കഴിച്ചു,
10, 11, 12, 12:30ക്ക് ഭക്ഷണം ദഹിച്ച് കഴിയുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങളുടെ ദഹന പ്രക്രിയ എല്ലാം കഴിഞ്ഞ് അതിൻ്റെ അബ്സോർപ്ഷനിലേക്ക് പോയ ശേഷം കുറച്ച് സമയം കഴിഞ്ഞ ശേഷം അടുത്ത വിശപ്പ് എന്നുള്ള സംഗതികൾ വരുള്ളൂ. ആ വിശപ്പ് വന്നിട്ടേ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഇനി അതല്ല, അതിന് നിങ്ങൾ 9 മണിക്ക് ഭക്ഷണം കഴിച്ചു, 10, 11 ദഹന പ്രക്രിയയുടെ ഒന്നും ആയിട്ടില്ല, ഒരു വിധം അങ്ങനെ ആകുമ്പോഴത്തേക്കും അടുത്ത ഭക്ഷണം നിങ്ങൾ കഴിച്ചു, 2 ലഡു കഴിച്ചു, അല്ലെങ്കിൽ ഒരു ലഡുവും ഒരു എന്തെങ്കിലും സ്നാക്സ് കഴിച്ചു, അല്ലെങ്കിൽ ചായയും 2 കടിയും കഴിച്ചു. ഏത് ദഹിക്കും? ആദ്യത്തേത് ദഹിക്കോ രണ്ടാമത്തേത്? ആദ്യത്തെ ദഹനം പകുതിയായിട്ടുള്ളൂ, രണ്ടാമത്തേത് ദഹിക്കില്ല. ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിൽ കലത്തിൽ അരി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, പകുതി വേവായി. അപ്പോഴാണ് മകൻ വിളിച്ചു പറയുന്നത്, എനിക്ക് 2 ചങ്ങാതിമാരിന്ന് വരുന്നുണ്ട്, അമ്മ ഒരു കാര്യം ചെയ്യും, കുറച്ചും കൂടെ അരി ഇട്ടോളൂ. അപ്പോൾ ആ അമ്മ നേരെ കുറച്ച് അരി എടുത്തിട്ട്, ഒരു നാഴി അരി എടുത്തിട്ട് ഈ കലത്തിലിടുവോ അതോ വേറൊരു കലത്തിൽ വെള്ളം വെച്ച് അതിനകത്ത് ഇടുവോ? ഏതിലായിരിക്കും ഇടുക? ചോദ്യമാണ്. ഉത്തരം എന്താണ്? അല്ലേ? വേറൊരു കലത്തിലിടും. വേറൊരു കലത്തിൽ. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഇടുന്നത്? അങ്ങനെ ഇട്ടാലേ അത് പറ്റുള്ളൂ എന്ന് അമ്മമാർക്ക് അറിയാം. അല്ലാതെ ഒരിക്കലും പഴയ കാലത്തിൽ പകുതി വന്ന കാലത്തിൽ വീണ്ടും അരി ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ ഈ കലത്തിലോ, നമ്മുടെ ആമാശയം എന്ന് പറയുന്ന ഈ കലത്തിലേക്ക് നിങ്ങൾ ദഹനപ്രക്രിയ തുടങ്ങി, അത് പകുതി പോലും ആയിട്ടില്ല, അപ്പോഴാണ് അടുത്ത ഒരു സാധനം ഇടുന്നത്. അതിൻ്റെ ദോഷം എന്താണെന്ന് നമ്മൾ പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. നമ്മളത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് ഒരു ഭക്ഷണം കഴിഞ്ഞാൽ 3.5 മണിക്കൂർ നേരത്തേക്ക് ഇവിടെ പിന്നെ ഒന്നും കൊടുക്കരുത്. നിങ്ങൾ വായ പിന്നെ സംസാരിക്കാൻ മാത്രമേ ഉപയോഗിക്കാവൂ. വെള്ളം കുടിക്കാം വേണമെങ്കിൽ, അതും മടമടാന്ന് 1 ലിറ്റർ വെള്ളമല്ല കുടിക്കേണ്ടത്, ഒരു സിപ്പായിട്ട് ആവശ്യത്തിന് ദാഹത്തിനനുസരിച്ച് മാത്രം ഒരു 1/2 ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ കുടിക്കാം. അല്ലെങ്കിൽ ജ്യൂസുകൾ കഴിക്കാം. വെള്ളത്തിനേക്കാളും കുറച്ചുകൂടി നല്ലത് ദയാൽ സാറ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ജ്യൂസുകൾ നിങ്ങൾ കഴിച്ചോ, ചെറിയ അളവിൽ, അതും ധാരാളമായിട്ടല്ല, സിപ്പായിട്ട് കുറച്ചായിട്ട് അല്പം ദാഹത്തിനനുസരിച്ച് കഴിക്കാം, പ്രയാസമൊന്നുമില്ല. അത് നിങ്ങൾക്ക് ദഹനത്തിന് നമുക്ക് ഉപദ്രവിക്കില്ല. അതേസമയം നിങ്ങൾ ഭക്ഷണമായിട്ടാണ്, എന്തെങ്കിലും സാധനങ്ങളായിട്ടാണ്, 2 വട കഴിച്ചു, വടയും മൊത്തം പോയി, ഇത് നേരത്തെ കഴിച്ച ഭക്ഷണവും പോയി, എല്ലാം കൂടെ അങ്ങ് പോയി പുറത്ത് കളയും. അതിനൊന്നും നമുക്ക് കിട്ടാനില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ദഹനപ്രക്രിയ അതിന് മോശമാക്കുന്ന ഒരു പരിപാടികളും നമ്മൾ ചെയ്യാൻ പാടില്ല. സ്നാക്സ് പൂർണ്ണമായും ഒഴിവാക്കണം. കരിമ്പ് ജ്യൂസ് കഴിക്കാം, മല്ലിക്കാപ്പി കഴിക്കാം, ഹെർബൽ ടീ കഴിക്കാം. ഇതൊക്കെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒക്കെ കേന്ദ്രമാണ്. നമുക്കും അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ശംഖുപുഷ്പം ഉപയോഗിച്ചുകൊണ്ടോ ചെമ്പരത്തി ഉപയോഗിച്ചുകൊണ്ടോ ഉള്ള ചായകൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അതിനകത്ത് അല്പം ശർക്കരയോ, ചക്കരയാണ് ഏറ്റവും നല്ലത്, അത് ഉപയോഗിക്കാം. പഞ്ചസാര ഒരു കാരണവശാലും കഴിക്കരുത്, അത് അസിഡിറ്റി വളരെ കൂട്ടുന്ന സാധനമാണ്, കെമിക്കൽസിൻ്റെ കൂടുതൽ കെമിക്കൽസ് ഉള്ള സാധനമാണ്. അത് ദയവ് ചെയ്ത് കഴിക്കരുത്, നിങ്ങളുടെ ആയുസ് വല്ലാണ്ട് കുറയ്ക്കും. തേനാവാം, പക്ഷെ തേൻ കഴിക്കുമ്പോൾ ഒരിക്കലും ചൂടാക്കരുത്. എന്താണോ നിങ്ങൾ പാനീയം കഴിക്കുന്നത് അത് ആറിയതിന് ശേഷം അതിനകത്ത് അല്പം തേനൊഴിച്ച് മിക്സ് ചെയ്ത ശേഷം കഴിക്കാം. ചെറുനാരങ്ങ നീര്, അതും ഒരിക്കലും ചൂടുള്ള സംഗതികളിൽ ചെറുനാരങ്ങ ചേർത്ത് കഴിച്ചിട്ട് ഒരു പ്രയോജനമില്ല. നിങ്ങൾ കഴിക്കേണ്ടത് അത് ആറിയതിന് ശേഷം ചെറുനാരങ്ങ നീര് അതിനകത്ത് ഒഴിക്കാം. കാരണം വൈറ്റമിൻ സി ആണ്, നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, അത് കഴിക്കണം, നല്ലതാണ്. ഒരിക്കലും അത് ആസിഡായിട്ട് നമുക്ക് വരുന്നില്ല, പകരം ആ പുളി മുഴുവൻ വൈറ്റമിൻ സിയുടെ പുളിയാണ്, അത് നമുക്ക് നല്ലതാണ്. വൈറ്റമിൻ സി നഷ്ടപ്പെടുത്താതെ കഴിക്കണമെങ്കിൽ ചൂടാക്കാതെ കഴിക്കണം, ചൂടായാൽ അത് നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് അങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി വേറൊന്ന്, നമ്മളുടെ ഹൈഡ്രോജനേറ്റഡ് ഓയിൽസ് ഉണ്ട്, നമുക്ക് പലപ്പോഴും ഡാൽഡ പോലുള്ള സാധനങ്ങൾ. ദയവ് ചെയ്ത് അത്തരം സാധനങ്ങൾ ഒരു കാരണവശാലും കഴിക്കരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഹൈഡ്രോജനേറ്റഡ് ഓയിൽസ് പ്രോസസ്സിംഗ് ആണ്, നമ്മൾ ഒരുപാട് കെമിക്കൽ പ്രോസസ്സിങ് ഒക്കെ നടത്തി, നിക്കലൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നിക്കൽ നമ്മുടെ ശരീരത്തിലേക്ക് വരും. അങ്ങനെ നമുക്ക് ക്യാൻസറസ് സംഗതികളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഡാൽഡ പോലുള്ള സാധനങ്ങൾ, അത് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്, പല അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. ഇനി നെയ്യിൻ്റെ മണമുള്ള ഈ ഹൈഡ്രോജനേറ്റഡ് ഓയിൽസ് ഉണ്ട്, പലപ്പോഴും അത് ബിരിയാണി സ്പെഷ്യൽ ഓയിലുണ്ട്, ഡാൽഡ പോലെ തന്നെ കട്ടിയുള്ള സാധനമാണ്.
ചൂടാക്കി അങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ബിരിയാണി സ്പെഷ്യലാണ്, അത് ബിരിയാണിക്ക് മാത്രം ചേർക്കാനുള്ള. നെയ്യിൻ്റെയും കൂടെ മണം വരും. ഇതൊക്കെ എന്താ പറയുക, പെട്രോളിയം പ്രോഡക്റ്റുകളാണ് അതിൽ പലത്. ഹൈഡ്രജനേറ്റഡ് ഓയിലാണ്, പാം ഓയിൽ ഹൈഡ്രജനേറ്റിംഗ് ഫങ്ഷൻ നടത്തി ഹൈഡ്രജൻ കടത്തിവിട്ട് പ്രത്യേക അവസ്ഥയിലാക്കി കഴിഞ്ഞാൽ കട്ടിയാക്കാൻ പറ്റും. അതിൽ പല സാധനങ്ങളും അതിനകത്ത് കെമിക്കൽസ് ചേർക്കണം, അതാണ് നിക്കലൊക്കെ അതിൻ്റെയൊക്കെ അവസ്ഥയൊക്കെ അതിനകത്ത് ഉണ്ടാവും. ഈ സാധനം നമുക്ക് ശരീരത്തിന് ഗുണകരമല്ല, അപ്പം അത് വേണ്ട. നമുക്ക് ഉപയോഗിക്കാവുന്ന വെളിച്ചെണ്ണയുണ്ട്, നല്ലെണ്ണയുണ്ട്, കടല എണ്ണയുണ്ട്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാവൂ. റിഫൈൻഡ് ഓയിൽസും നമ്മൾ കഴിക്കരുത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നല്ലെണ്ണയല്ല, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയല്ല. ഇതൊക്കെ വെളിച്ചെണ്ണ എന്ന് പറയുമെങ്കിലും അത് വെളിച്ചെണ്ണ അല്ല എന്ന് മനസ്സിലാക്കുക. അതിനൊക്കെ കറപ്റ്റനാണ്. ഒരുപാട് പ്രശ്നങ്ങൾ, അഡൾട്രേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് അതിനകത്ത് മുഴുവൻ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെന്നുണ്ടെങ്കിൽ അതിന് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രം അത് വാങ്ങിക്കുക. പറ്റുമെങ്കിൽ എള്ള് ആട്ടിയിട്ട് ഒരു 10 പേരും കൂടെ ഡിവൈഡ് ചെയ്തെടുക്കുക. അതാണ് ഏറ്റവും കുറച്ചുകൂടി നല്ല സമയം. ഏകദേശം 400 രൂപ വരും നമുക്ക് ചിലവ് 1 ലിറ്റർ എണ്ണ കിട്ടാനായിക്കൊണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ഉപ്പിൻ്റെ ഉപയോഗം, ഉപ്പ് കഴിയുന്നതും കുറയ്ക്കുക. ചെറിയ അളവിലേ നമുക്ക് ഉപ്പ് ആവശ്യമുള്ളൂ. അത് നമ്മൾ പലപ്പോഴും നമുക്ക് ശരീരത്തിനുള്ള ആവശ്യം കൊണ്ടല്ല നമ്മൾ ഉപ്പ് കഴിക്കുന്നത്, നമ്മുടെ രുചി കറക്റ്റാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് വളരെ കുറയ്ക്കുക. ഏതുപ്പ്? നമ്മൾ സാധാരണ സീ സോൾട്ട്, കല്ലുപ്പ്, അയോഡൈസ്ഡ് ഉപ്പല്ല. അയോഡൈസ്ഡ് ഉപ്പ്, അയോഡിൻ ഉപ്പിൽ ചേർത്തിട്ട് എന്താണ് പ്രയോജനം? അയോഡിൻ എന്ന് പറയുന്ന സംഗതി ധാതു ഒന്ന് ചൂടായാൽ അത് ഇവോപ്പറേറ്റ് ചെയ്ത് പോവും, അപ്രത്യക്ഷമാവും. നിങ്ങൾ സാമ്പാറിൽ അല്പം ഉപ്പിട്ടു എന്ന് പറഞ്ഞാൽ അതിനകത്ത് അയോഡിൻ അവിടെ പോയി, അത് അന്തരീക്ഷത്തേക്ക് പോയി. ഏത് കറി വയ്ക്കുമ്പോഴും ഉപ്പ് പോകും, ഉപ്പിനകത്തുള്ള അയോഡിൻ പോകും. പിന്നെ എങ്ങനെയാണ് നമുക്ക് അയോഡിൻ ലഭിക്കുക? അയോഡിൻ്റെ ഷോർട്ടേജ് കൊണ്ട് ഒത്തിരി രോഗങ്ങൾ വരില്ലേ? അപ്പോൾ അതിനുള്ള എളുപ്പവഴി നമ്മൾ ദയാൽ സാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അകത്തിച്ചീര, അത് ചമ്മന്തി അരച്ച് കഴിക്കണം. ഒരിക്കലും നമ്മളത് കറി വെച്ച് കഴിക്കരുത്. ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അയോഡിനും നഷ്ടപ്പെടും. കിളുന്ത് വെണ്ടയ്ക്ക നിറയെ അയോഡിൻ ഉള്ളതാണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. വാഴക്കുടപ്പൻ, അതിനകത്തുള്ള കാമ്പ്, അതും പക്ഷെ പച്ചയ്ക്ക് കഴിക്കണം. എങ്ങനെ കഴിക്കും? അത് നാളികേരത്തിൻ്റെ കൂടെ അരച്ച്. ഇത് അയോഡിൻ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ അകത്തേക്ക് പോണ സമയത്ത് അത് അബ്സോർബ് ചെയ്യണമെങ്കിൽ അയോഡിൻ ഈ ഫാറ്റുമായിട്ട്, ഫാറ്റ് സോളിബിളാണ്, ഫാറ്റിലാണ് അത് അലിഞ്ഞു ചേർന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വരേണ്ടത്. അപ്പോൾ ഫാറ്റും കൂടെ ഒരുമിച്ച് കഴിക്കണം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നാളികേരമോ ഒക്കെ ചേർത്ത് കഴിച്ചാലേ അതിന് ഗുണമുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ ഉപ്പ് കഴിക്കുന്ന സമയത്ത് കല്ലുപ്പാണ് നമുക്ക് ഏറ്റവും നല്ലത്. തീരെ കല്ലുപ്പ് കിട്ടാനില്ലെങ്കിൽ നമ്മൾ ആയുർവേദ കടയിൽ നിന്ന് പോയി ഇന്ദുപ്പ് നമ്മൾ വാങ്ങിച്ച് വേണമെങ്കിൽ കഴിക്കാം. ഇനി എന്താണ് ഉപ്പിൻ്റെ ദോഷം? ഉപ്പ് അധികരിച്ച ലെവലിൽ കഴിച്ചാൽ ജര, നര അതൊക്കെ ഉണ്ടാവും, ഓജസ്സിനെ കെടുത്തും. മാങ്ങ ഉപ്പിലിട്ട് എങ്ങനെ ഇരിക്കും? മാങ്ങയുടെ പുറന്തോട് എങ്ങനെ ഇരിക്കും? ഉപ്പിലിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാങ്ങയെ മുഴുവൻ അതിൻ്റെ വാട്ടർ കണ്ടന്റ് മുഴുവൻ വറ്റിയിട്ട് അതിൻ്റെ മേലെ മുഴുവൻ ചുളിവുകളായിരിക്കും അല്ലേ? അതേപോലെ ഉപ്പുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നും അതുപോലെ ചുളിഞ്ഞു വരും. വളരെ പെട്ടെന്ന് വാർദ്ധക്യം നമ്മുടെ ശരീരത്തിലേക്ക് വരും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക, അത് വേണ്ട. ഇനി കുളിയാണ് അടുത്തത്. കുളി പച്ചവെള്ളത്തിലാണ് കുളിക്കേണ്ടത്. യങ്ങായിട്ടപ്പം നമ്മൾ നിലനിൽക്കും. ചൂടുവെള്ളം ഉപയോഗിച്ചാൽ പെട്ടെന്ന് വാർദ്ധക്യം വരും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു നിവൃത്തിയില്ല, നല്ല തണുപ്പാണ്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രം പറ്റുമെങ്കിൽ ആ സമയത്ത് മാത്രമേ അല്പം ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുളിക്കാവൂ. അല്ലാത്ത സമയത്ത് കഴിയുന്നതും പച്ചവെള്ളത്തിൽ കുളിക്കാൻ ശ്രമിക്കുക. കുളി കഴിഞ്ഞാൽ അരമണിക്കൂറെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. കാരണം കുളി കഴിഞ്ഞ സമയത്ത് നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന സമയത്ത് ആന്തരിക അവയവങ്ങളൊക്കെ തണുക്കും. അങ്ങനെ തണുത്തു കഴിഞ്ഞാൽ സ്കിന്ന് ആണ് അതിനെ ചൂട് കറക്റ്റാക്കുന്ന ഒരു സംഗതി. അപ്പോൾ അത് അരമണിക്കൂർ എടുക്കും കംപ്ലീറ്റ് ഭാഗങ്ങൾ നല്ല ചൂടിലേക്ക് വരാൻ. നമ്മുടെ ചൂടിൻ്റെ 37 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തണം. അത് എത്തിക്കണമെങ്കിൽ സ്കിൻ അതിനുവേണ്ടി പരിശ്രമിക്കും, കുറച്ച് ഊർജങ്ങളൊക്കെ ചിലവാക്കിയിട്ട് കൃത്യമായിട്ട് ചെയ്യും. പക്ഷെ അതിന് സമയമെടുക്കേണ്ടത് ഏകദേശം ഒരു അരമണിക്കൂറാണ്. അതിന് ശേഷമേ ദഹനപ്രക്രിയയൊക്കെ തുടങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട്
ദയവ് ചെയ്ത് ആ സമയത്ത് നല്ല ശരീരം തണുത്തിരിക്കുന്ന ആ സമയത്ത് ഭക്ഷണം കഴിക്കരുത് എന്ന് പറയും. മറ്റൊരു സംഗതി, ഉച്ചഭക്ഷണം ഒരു 12 to 2 ആ സമയത്ത് കഴിക്കാം, കുഴപ്പമില്ല. കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ദേവസർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 60% കാർബോഹൈഡ്രേറ്റും ഫാറ്റ് 30%, പ്രോട്ടീൻ 10%മേ പാടുള്ളൂ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ 50% വേവിച്ചതും 50% വേവിക്കാത്തതുമായ പച്ചക്കറികൾ, അങ്ങനെ 50% വേവിച്ചതും വേവിക്കാത്തതുമായ പച്ചക്കറികൾ പകുതി, ബാക്കിയുള്ള സാധനങ്ങൾ ചോറ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇങ്ങനെയാണ് കഴിക്കേണ്ട രീതി. അപ്പോൾ അതിനകത്ത് വേവിക്കാത്ത സാധനങ്ങൾ, സാലഡ്സ് ആയിട്ടുള്ള സംഗതികൾ, ചമ്മന്തി പോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വൈവിധ്യങ്ങൾ വേണം ഭക്ഷണത്തിൽ. മധുരക്കിഴങ്ങ്, ചേന, കാച്ചിൽ, കൂർക്ക, ചേമ്പ്, ചെറുകിഴങ്ങ്, നനകിഴങ്ങ്, നേന്ത്രക്കായ, ഇതൊക്കെ നമുക്ക് കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ടുള്ള സാധനങ്ങൾ. ഇതൊക്കെ നമുക്ക് ഈ ചോറിന് പകരമായിട്ടും വേണമെങ്കിൽ കഴിക്കാൻ പറ്റും. ഇതൊക്കെ ആവാം. മില്ലറ്റ്സ് നമുക്ക് വേണ്ട സാധനമാണ്, നമുക്ക് അത് ചെയ്യാം, നല്ലതാണ്. ഗോതമ്പ് കഴിയുന്നതും ഒഴിവാക്കുക. അരി കഴിക്കാൻ നിവൃത്തിയിൽ എനിക്ക് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അത് കഴിക്കാൻ തോന്നുമെങ്കിൽ തവിടുള്ള ഹോൾ ഗ്രെയിൻ മാത്രം കഴിക്കുക. അല്ലാതെ അരി വെളുപ്പിച്ച് മൊത്തമായിട്ട് വെളുത്തുള്ള അരി കഴിച്ചാൽ നിങ്ങൾ രോഗിയാവും. പ്രത്യേകിച്ച് പ്രമേഹമൊക്കെ വരുന്നത് വൈറ്റ് റൈസ് ഉപയോഗിക്കുന്നുണ്ടാണ്. പ്രോട്ടീന് വേണ്ടി നമ്മൾ ശരിക്കും കഴിക്കേണ്ടത് ഈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. പക്ഷെ നമുക്ക് ഫ്രൂട്ട്സ് ഇപ്പോൾ കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ ചെറുപയർ, മുതിര, അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാം. മില്ലറ്റ്സിലും പ്രോട്ടീൻ ഉണ്ട്, അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരില്ല. പ്രോട്ടീൻ നമുക്ക് വേണ്ടതാകെ 10% വേണ്ടൂ, അല്ലാതെ 30% ആവശ്യമില്ല. അപ്പം നമ്മൾ കൂടുതൽ കഴിക്കുന്ന പ്രോട്ടീനാണ്. പ്രോട്ടീൻ കൂടുതൽ കഴിച്ചാൽ നമ്മളുടെ യൂറിക് ആസിഡ് വളരെ കൂടുകയും അതിനനുസരിച്ച് നമ്മുടെ ആസിഡിറ്റി കൂടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രോട്ടീൻ അധികരിച്ച ഭക്ഷണങ്ങൾ കഴിക്കരുത്. വെറും പലരും പല രാജ്യങ്ങളിലും, ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലൂ സോൺസിലൊക്കെ 6 മുതൽ 8% വരെയൊക്കെ പ്രോട്ടീൻ കഴിക്കുന്നുള്ളൂ. അത് അത്ര ആവശ്യമുള്ളൂ. അങ്ങനെയാണ് അവരുടെ രീതി. കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അവർ കഴിക്കും, കാരണം കൂടുതൽ എക്സർസൈസും കാര്യങ്ങളും ചെയ്യുന്നതാണ്. അപ്പോൾ ചെറുപയറും മുതിര പോലത്തെ സാധനങ്ങൾ, അതുപോലെ പച്ചയ്ക്കുള്ള പച്ചപ്പയർ പോലത്തെ സാധനങ്ങൾ, അച്ചിങ്ങപ്പയറൊക്കെ, അതൊക്കെ ധാരാളം കഴിക്കാം. അച്ചിങ്ങപ്പയറൊക്കെ കൂടുതൽ കഴിച്ചാലും അതിന് നമ്മുടെ യൂറിക് ആസിഡ് ഒന്നും കൂടുതൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ അതും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് സോപ്പ്, ദയവ് ചെയ്ത് സോപ്പ് മേലെ തേക്കരുത്. സ്കിന്നിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്, എല്ലാം ചത്തുപോകും. സ്കിന്നിൻ്റെ ആ സ്നിഗ്ധത നഷ്ടപ്പെടും, സ്കിന്ന് ഒരുപാട് രോഗത്തിന് കാരണമായിത്തീരും. അലക്കാൻ മാത്രം നമ്മൾ സോപ്പ് ഉപയോഗിക്കാം. ശരീരത്തിൽ തേക്കാൻ തേങ്ങാപ്പിണ്ണാക്കോ കക്കമോ അതുപോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ഉള്ള നിലവിലുള്ള എല്ലാ സോപ്പിലും ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്, മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ നിക്കലൊക്കെ അതിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട്, രോഗങ്ങൾ വരുത്തും. സ്കിൻ ക്യാൻസർ ഇപ്പം കേരളത്തിലൊക്കെ വന്ന് തുടങ്ങി. നേരത്തെ വെളിച്ചെണ്ണയും കക്കവും തേങ്ങാപ്പിണ്ണാക്കൊക്കെ ഉപയോഗിക്കുന്ന ആ പഴയ കാലത്ത് സ്കിൻ ഡിസീസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ക്യാൻസർ പോലുള്ള സംഗതികൾ ഒന്നും തന്നെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പഴയ കാലത്ത്. ഇത് വലിയ റെക്കോർഡാണ്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് സോപ്പിൻ്റെ വരവോടുകൂടിയാണ് ബാക്കിയൊക്കെ മാറിപ്പോയത്. അടുത്തത് ആസിഡിറ്റി. കടുത്ത അസിഡിറ്റി ഉണ്ടെങ്കിൽ 4 നേരം കുക്കുംബർ ജ്യൂസ് കഴിക്കാം. എപ്പോൾ കഴിക്കാം? രാവിലെ 7 മണിക്ക് കഴിക്കാം, പിന്നെ 12 മണിയാകുമ്പോൾ കഴിക്കുക, അതിനുശേഷം പിന്നെ 3.5 മണിക്കൂർ കഴിഞ്ഞ ശേഷം വീണ്ടും കഴിക്കാം, 6 മണിക്ക് വേണമെങ്കിൽ കഴിക്കാം. അത് കഴിഞ്ഞ് ഈ ഒരു കുക്കുംബർ ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറിന് ശേഷമേ ഭക്ഷണം കഴിക്കാവൂ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 3.5 മണിക്കൂർ കഴിഞ്ഞ ശേഷം കുക്കുംബർ ജ്യൂസ് കഴിക്കാം. ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ആകുമ്പോൾ അസിഡിറ്റി മാറിക്കിട്ടും. എനിക്ക് അങ്ങനെ ഒരു രോഗി വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് യാത്രയുണ്ട് പോലും, അപ്പോൾ അസിഡിറ്റി വളരെ കലശലായിട്ടുണ്ട്, വല്ലാത്ത അവസ്ഥയിലാണ്. പക്ഷെ പോവാതിരിക്കാനും പറ്റില്ല യാത്രയ്ക്ക്, കാരണം അവരാണ് ലീഡർ, എന്ത് ചെയ്യാൻ പറ്റുന്നു. എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു എത്ര ദിവസമുണ്ട്? 2 ദിവസം മുഴുവനായിട്ടുണ്ട്. ശരി, 2 ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യും, ശരിയാവുമായിരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ നിർദ്ദേശം കൊടുത്തു. അവർ 3-ാം ദിവസം അവർ വിളിച്ചു, പൂർണ്ണമായും ഓക്കെ ആയി, ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ട്രെയിനിലാണ്. അപ്പോൾ അത് മാറ്റാൻ പറ്റും. അസിഡിറ്റി എത്ര കടുത്ത അസിഡിറ്റി ആണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, കുക്കുംബർ ജ്യൂസ് മാത്രം മതി. മറ്റൊന്ന്, രാത്രി ഭക്ഷണത്തിൽ പേരയ്ക്ക ഉൾപ്പെടുത്തണം. മുരിങ്ങക്കായ ചമ്മന്തി,
ഒക്കെ ഉപയോഗിക്കും. അതുകൊണ്ട് മോഷൻ കറക്റ്റ് ആവും. പിറ്റേന്ന് വളരെ സ്വച്ഛന്തമായിട്ടുള്ള മലശോധനയായിരിക്കും. ഇത് ശ്രദ്ധിക്കണം. ഇനി പുറത്തുനിന്നുള്ള പച്ചക്കറികൾ വാങ്ങേണ്ടി വന്ന മത്തങ്ങ, ചക്ക, മാങ്ങ, വാഴക്കായ, ഉണ്ണിപ്പിണ്ടി, വാഴപ്പൂവ്, അത്തരം വിഷമടിക്കാത്ത ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. പച്ചക്കറികളൊക്കെ അല്ലാത്ത സാധനങ്ങൾ, വിഷമടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ ഒട്ടും വാങ്ങിക്കാതിരിക്കാനായിക്കൊണ്ട് ശ്രമിക്കുക. മറ്റൊന്ന്, ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇലക്കറികൾ കഴിക്കുക. 2 നേരം കഴിച്ചാൽ നല്ലതാണ്. മുരിങ്ങ, ചീര, ചീരച്ചേമ്പ്, മധുരക്കിഴങ്ങിൻ്റെ ഇല, കോവൽ ഇല, മലബാർ സ്പിനാച്ച് എന്ന് പറയുന്ന വള്ളിച്ചീര, തകര, പൊന്നാങ്കണ്ണി ചീര, മത്തൻ്റെ ഇല, ചായ മനസ, ചിക്കുറു മൈനീസ്, സാമ്പാർ ചീര, ഇതെല്ലാം ചെറുപയറിട്ട് നല്ല കറി വെച്ച് കഴിഞ്ഞാൽ രുചികരമായ കറിയാണ്, ഇലക്കറിയാണ്. മറ്റൊന്ന്, പഴമക്കാർ സ്വന്തമായി രസായനങ്ങൾ ഉണ്ടാക്കി നിത്യം കഴിക്കുമായിരുന്നു. വീട്ടിലുണ്ടാക്കുന്ന 10-20 തരം രസായനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലേതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ്. ചവനപ്രാശമോ, പൂക്കുലലേഖയോ, ഉള്ളിലേഖയോ തുടങ്ങിയതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. അതിനെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. നമുക്ക് പറ്റുന്ന സാധനങ്ങളിൽ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കാം. മറ്റൊന്ന്, പൗഡർ, ബോഡി സ്പ്രേ, റൂം റിഫ്രഷ്നർ, കൊതുക് തിരികൾ, ഫെയർനെസ് ക്രീംസ്, കൺമഷികൾ എല്ലാം പൂർണ്ണമായും ഒഴിവാക്കുക. കൺമഷി, നല്ല കൺമഷി വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കാം. നമുക്ക് പൂവാങ്കുറുന്നില ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ കൺമഷി ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് ദയാൽ സാറ് കൃത്യമായിട്ട് പറഞ്ഞു തരും. നമുക്കൊക്കെ അത് അറിയാം. നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, ഉണ്ടാക്കാനും വലിയ പ്രയാസമില്ല. അതല്ലെങ്കിൽ ദയാൽ സാറുടെ ഗ്രൂപ്പിൽ നമുക്ക് ഇത് ഉണ്ടാക്കി തരുന്ന വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളുണ്ട്. അവരുടെ അടുത്ത് പറഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങിക്കുക. കാരണം അത് വിശ്വസിക്കാവുന്ന ഒരു കേന്ദ്രമായതുകൊണ്ട് അവിടെ നിന്ന് ഈ സാധനം നമുക്ക് കിട്ടും. അവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെത്തും സാധനം. അത് ഉപയോഗിക്കാം. അല്ലാത്ത ഒരു സാധനം ഉപയോഗിക്കാം. കാരണം അതിനകത്തൊക്കെ പല തരത്തിലുള്ള കെമിക്കൽസ് ഉണ്ട്. ലെഡുണ്ട്. ലെഡ് പഴയ കാലത്തൊക്കെയാണെങ്കിൽ പെൻസിലൊക്കെ കടിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർ ചീത്ത പറയും. എടാ, ലെഡ് കഴിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ബ്ലഡ് കുറയും, അനീമിയ വരും എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കും. അപ്ലാസ്റ്റിക് അനീമിയ വരും എന്നൊക്കെ പറയും. പക്ഷേ ഇന്നത്തെ കാലത്ത് ആളുകൾ, അമ്മമാർ പ്രത്യേകിച്ച്, കുട്ടികൾക്ക് പല ഐബ്രോ പെൻസിൽ പോലത്തെ പല പെൻസിലുകളും വാങ്ങിച്ചിട്ട് അവരുടെ ശ്ലേഷ്മ സ്ഥലം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കണ്ണുകളിലെ ശ്ലേഷ്മ സ്ഥലത്തിൽ ഇങ്ങനെ എഴുതുന്ന സമയത്ത് അതിലൂടെ ഈ ലെഡ് ബ്ലഡിലേക്ക് അങ്ങ് കയറുകയും ശരീരത്തിനകത്ത് ഈ ലെഡിൻ്റെ അംശം വരികയും അപ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാവുകയും അത് പതുക്കെ പതുക്കെ കൂടിയ അളവിലാണെങ്കിൽ അത് ക്യാൻസറിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യും. ഇത് വിദ്യാഭ്യാസമുള്ള അമ്മയുടെ ഒരു വലിയ പ്രശ്നമാണ്. വിദ്യാഭ്യാസം ഇല്ലാത്ത പഴയ തലമുറയിലെ അമ്മമാർ ഒരിക്കലും അത് ചെയ്തിരുന്നില്ല. അപ്പം അത് വളരെ ശ്രദ്ധിക്കണം. ഇനി നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ മാത്രം ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിക്കാം. ചെറിയ രോഗങ്ങൾക്ക് ചെറിയ ചികിത്സ, വലിയ രോഗങ്ങൾക്ക് വലിയ ചികിത്സ, അതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം. ഓക്കെ, അടുത്തത്, ഋതുക്കൾ നമുക്ക് 4 എണ്ണം കേരളത്തിൽ പ്രകടമാണ്. 6 ഋതുവാണെങ്കിലും കേരളത്തിൽ പ്രകടമായിട്ടുള്ളത് 4 എണ്ണമാണ്. ഒരു ഋതു മാറി അടുത്തത് വരുന്ന സമയത്ത് ശരീരത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവും. ആ സമയത്ത് രോഗം വരാതിരിക്കാനായിക്കൊണ്ട് നമ്മൾ വയറിളക്കണം. നാരങ്ങ തൈലം അല്ലെങ്കിൽ ജംബീര തൈലം അല്ലെങ്കിൽ പരിണിത ക്ഷീരകേര തൈലം ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് തേച്ച് ശരീരത്തിൽ മുഴുവൻ ചൂടോടെ തേച്ച് 2 ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ച് പുതപ്പിച്ച് വേർപ്പിക്കുക. മറ്റൊന്ന്, ചെറുനാരങ്ങ കുരു കളഞ്ഞ് ചെറുതായി മുറിച്ച് 1 ഗ്ലാസ് വെള്ളത്തിൽ മിക്സിയിൽ അരിച്ചെടുത്ത് കഴിക്കുക. 3 ദിവസം കഞ്ഞുണ്ണി നീര് അല്ലെങ്കിൽ തുമ്പനീര് മൂക്കിലൊറ്റിച്ച്, 1 തുള്ളി 2 തുള്ളിയൊക്കെ മതി, മൂക്കിലൊറ്റിച്ച് മൂക്ക് ക്ലീൻ ചെയ്യുക. ഈ ഒരു 3-4 കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സമയത്ത് മാത്രം, അതായത് ഒരു ഋതു കഴിഞ്ഞ് അടുത്ത ഋതു വരുന്നതിൻ്റെ ഇടയിലുള്ള ഇൻ ബിറ്റ്വീൻ ദാറ്റ് പീരീഡ് അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള അസുഖങ്ങളും നമുക്ക് വരില്ല. ഫെബ്രുവരി അവസാനം, മെയ് അവസാനം, ഓഗസ്റ്റ് അവസാനം, നവംബർ അവസാനം ചെയ്യേണ്ട സമയം. ഓരോ ഋതുക്കളിലും ഭക്ഷണത്തിലും പ്രാധാന്യം കൊടുക്കണം. ഭക്ഷണത്തിന് ചില പ്രാധാന്യമുണ്ട്. ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി 3 മാസം കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പുഴുക്കുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം.
മാർച്ച് ഏപ്രിൽ മെയ് പഴവർഗ്ഗങ്ങളുടെ കാലമാണ്. അപ്പോൾ പഴങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ജൂൺ ജൂലൈ ആഗസ്റ്റ് പച്ചിലകൾ, പച്ചക്കറികൾ, ഇലക്കറികളും പച്ചക്കറികളും അതിന് പ്രാധാന്യം കൊടുക്കേണ്ട സമയമാണ്. ആ സമയത്താണ് കൂടുതൽ പച്ചക്കറികളൊക്കെ നമുക്ക് കിട്ടുക. സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ 3 മാസം ധാന്യങ്ങളുടെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ധാന്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഇങ്ങനെ ഒരു ഭക്ഷണക്രമം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. മറ്റൊന്ന് നമ്മുടെ ശീലം, ചോറ്, സാമ്പാർ, ഉപ്പേരി അതൊന്നും പോരാ, വൈവിധ്യമാണ്. സാമ്പാറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പുളിയാണ്, നമ്മൾ സാധാരണ വാളംപുളിയാണ് ഉപയോഗിക്കുക. അതൊക്കെ മാറ്റിയിട്ട് നെല്ലിക്ക, മാങ്ങ, തക്കാളി എന്നിവ മാത്രം പുളിക്ക് വേണ്ടി ഉപയോഗിക്കാം. പരിപ്പ് പൂർണ്ണമായും ഒഴിവാക്കുക. തോരപ്പരിപ്പാണ്, സാമ്പാർ പരിപ്പാണ് ഉപയോഗിക്കുക. അത് പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് പകരം ചെറുപയർ ഉപയോഗിക്കുക. ഒന്ന് ഉടച്ചിട്ടാൽ മതി, അത് പരിപ്പായി. അതിൻ്റെ തോലോട് കൂടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ദോഷങ്ങളൊന്നുമില്ല. ദോഷങ്ങളുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ തോല് ആ ദോഷങ്ങളെ ഒഴിവാക്കി തരും. 10 തരം പച്ചക്കറികളെങ്കിലും സാമ്പാറിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പലതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഉപയോഗിക്കാം. മുളകിന് പകരം, വറമുളകിന് പകരം കുരുമുളക് അല്ലെങ്കിൽ കുരു കളഞ്ഞ പച്ചമുളക് ഇത് ഉപയോഗിക്കാം. കറിവേപ്പില കഴിയുന്നതും വെറുതെ അങ്ങനെ ഇടുന്നതിന് പകരം അരച്ച് ചേർക്കുക. ആഴ്ചയിൽ ഒരു 10-20 തരം പച്ചക്കറികളെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ഞാൻ സാമ്പാറിൻ്റെ കാര്യം മാത്രമല്ല, കറികൾ വൈവിധ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞു തന്നെ, നേരത്തെ ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക. നാളെ ചെയ്തു തീർക്കേണ്ടവ എന്തൊക്കെയാണെന്ന് പ്ലാൻ ചെയ്യുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ദയാൽ സാർ പറഞ്ഞ വേറെ സംഗതി, ശരീരത്തിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ശക്തമാക്കുക. അതിന് നമ്മൾ നാര് അടങ്ങിയ ഭക്ഷണങ്ങൾ, മധുരക്കിഴങ്ങ് കഴിക്കുക. പേരയ്ക്ക വൈറ്റമിൻ സി ആണ്, ധാരാളം ശരീരത്തിന് മലങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പുറത്തു കളയാനായിക്കൊണ്ട് ഈസിയസ്റ്റ് മെത്തേഡാണ് പേരയ്ക്ക കഴിച്ചാൽ. മുരിങ്ങക്കായ ചമ്മന്തി ഇതൊക്കെ കഴിക്കുക. വേർപ്പിക്കൽ എന്നുള്ള സൂത്രം, മൂത്രം ശരിയാക്കൽ, ഉച്ഛ്വാസവായു, ശ്വസനക്രിയ ഉപയോഗിച്ച് ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് വളരെ കറക്റ്റാക്കാനുള്ള ഇത് നമ്മൾ ബോധപൂർവം ചെയ്യാം. ഇനി അടുത്തത് അസിഡിറ്റി ഉണ്ടാക്കരുത്. ഉണ്ടായത് ശരിയാക്കാൻ വേണ്ട നടപടികൾ ചെയ്യണം. ഉറക്കം ഒഴിക്കരുത്, ടെൻഷൻ ഉണ്ടാകരുത്, മലബന്ധം ഉണ്ടാക്കരുത്, പ്രോട്ടീൻ അധികം കഴിക്കരുത്. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി വൈറ്റമിൻസ് ആണ് ഞാൻ പറഞ്ഞ എല്ലാത്തരം വൈറ്റമിൻസും ആവശ്യത്തിന് കഴിക്കണം. പറ്റുമെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസം ഉപവാസം എടുക്കാൻ ശ്രമിക്കുക. അത് ഉപവാസം പറഞ്ഞാൽ പട്ടിണിയല്ല, ജ്യൂസുകളോ അല്ലെങ്കിൽ കരിക്കുകളോ കഴിച്ചിട്ടുള്ള ഒരു ഉപവാസം വേണമെങ്കിൽ എടുക്കാം, നല്ലതാണ്. ശരീരത്തിൻ്റെ ആരോഗ്യം കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും. മാനസിക ആരോഗ്യം അത് വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അതുണ്ടാക്കാനായിക്കൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു സ്ഥിരമായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന സംഗതികളിൽ നമ്മൾ ഏർപ്പെടരുത്. അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം കൂടി നടത്താം. ഇത്തരം കാര്യം എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിക്കൊണ്ട് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറേയധികം കാര്യങ്ങൾ ഞാൻ പരീക്ഷിക്കുന്ന ആളാണ്. അതിൽ പല കാര്യങ്ങളിൽ നമുക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഭൂരിപക്ഷം ഞാൻ പറഞ്ഞ സംഗതികൾ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ ഏകദേശം അവസാനിച്ചു. ഇനി സംശയങ്ങൾ പറയാം. അതിനു മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ സ്ഥിരമായിട്ട് പറയുന്നതാണ്, എന്നാലും ഒന്നും കൂടി പറയാം. ഈ പറഞ്ഞതൊന്നും തന്നെ എൻ്റേതായിട്ടൊന്നുമില്ല. എല്ലാവരും പല നമുക്ക് ഈ ഇത്തരം വിഷയങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ആ ഗുരുക്കന്മാർ, ദയാൽ സാറ് പോലുള്ള ആളുകൾ, രാഘവൻ തിരുമുൽപ്പാടിൻ്റെ ഈ പുസ്തകം അതൊരു ഗുരുവാണ്. അതുപോലെ തന്നെ നിർമ്മാനന്ദഗിരി മഹാരാജ് പോലുള്ള ആളുകൾ, CRR വർമാജി, നമ്മുടെ പരിസരങ്ങളിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവരുടെയും കുറേ സംഗതികളുണ്ട്. ജർമ്മനിയിൽ നിന്നുള്ള ഒരു പ്രൊഫസർ അയാൾ വന്നിരുന്നു ഇവിടെ. അയാൾ ചില സംഗതികൾ പഠിപ്പിച്ചിരുന്നു, അവിടുത്തെ അവരുടെ രീതികൾ. ഇപ്പം ഇങ്ങനെ പല ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയിട്ടുള്ള ചില അറിവുകൾ ഞാൻ ഓർത്തെടുത്ത് പലതും എഴുതിയെടുത്ത് വെച്ചിട്ടുള്ള സംഗതികൾ, അങ്ങനെയുള്ള സംഗതികളാണ് ഞാൻ പറഞ്ഞത്. എൻ്റേതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ നന്ദിയും കടപ്പാടും അവർക്ക് കൊടുക്കുക. എന്തെങ്കിലും ഞാൻ പറഞ്ഞാലും മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സംഗതിയോ ഉണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്
നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Oh